ഇവിടുത്തെ CPM-ഉം ഇവർക്കൊന്നും എന്തേ ക്രിസ്ത്യൻകളെ കുറിച്ച് പറയാത്തത്? കത്തോലിക്ക സഭയെ കുറിച്ച് നിങ്ങൾ എന്തേ പറയാത്തത്? ഇപ്പോൾ ക്രിസ്മസ് നാളിൽ നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് ഇവിടുത്തെ സഭാപിതാക്കന്മാർ കയറി ചെന്നപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും പറയുന്നില്ലല്ലോ. എന്തേ അവർ ഉപദേശിക്കാത്ത? അവരുടെ സമുദായത്തെ സംഖ്യകൾക്ക് കൂട്ടിക്കൊടുക്കുന്നതിനെ കുറിച്ച് എന്തേ പറയാത്തത്? NSS-നെ പോലെ SNDP-യെ പോലെ പ്രസ്ഥാനം SNDP വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ മകൻ BDGS ഉണ്ടാക്കി സംഘപരിവാറിലേക്ക് ആളുകളെ ഈഴവ സമൂഹത്തെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശൻ RSS-ന് സ്റ്റഡി ക്ലാസ് എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രീതി നടേശനെ കുറിച്ചോ വെള്ളാപ്പള്ളി നടേശന്റെ മകനായ ഈ പറഞ്ഞ ആളുകളെ കുറിച്ചോ ഈ SNDP-യെ കുറിച്ചോ NSS-നെ കുറിച്ചോ KPMS-ന് ഒരു ഭാര്യ BJP കൊണ്ടുപോകുന്നു. ഇവരെ കുറിച്ചൊന്നും പറയാനോ ആകുലപ്പെടാനോ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് കഴിയുന്നില്ല? ഇടതുപക്ഷം അവരുടെ മുഴുവൻ വിരോധവും അവരുടെ മുഴുവൻ വെറുപ്പും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ തിരിച്ചു വെക്കുന്നു. ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുമെന്ന് നിങ്ങൾ അറിയണം. അവസാനത്തെ ചിരി സാറ് പുലിപ്പുറത്ത് യാത്ര ചെയ്ത മദാമയെ കുറിച്ച് പുലിപ്പുറത്ത് യാത്ര ചെയ്ത മദാമ ആദ്യം ചിരിച്ചു, മദാമ ചിരിച്ചു, പിന്നെ തിരിച്ചു വന്നപ്പോൾ പുലി ചിരിച്ചു. കാരണം മദാമയെ പുലി വിഴുങ്ങി. അതുകൊണ്ട് സംഘപരിവാറിനാവുന്ന പുലിപ്പുറത്ത് യാത്ര ചെയ്യുന്ന സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങൾക്കും ഏറ്റവും വലിയ ചർച്ച ജമാഅത്ത് ഇസ്ലാമിയാണ്. ജമാഅത്ത് ഇസ്ലാം അഭിമാനപൂർവ്വം പറയട്ടെ, ഞങ്ങൾ കഴിഞ്ഞ 75 വർഷമായി ഈ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാന ജമാഅത്ത് ഇസ്ലാമി. ഞങ്ങൾ പറഞ്ഞ ഈ രാജ്യത്ത് ഏതെങ്കിലും തീവ്രവാദ കേസിൽ, ഏതൊരു ഭീകരവാദ കേസിൽ, ഏതൊരു കലാപത്തിൽ, ഏതൊരു കൊലപാതകത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ കാണാൻ കഴിയുമോ? ഒരു മനുഷ്യന്റെ കൊലപാതകത്തിൽ, ഒരു മനുഷ്യന്റെ രക്തത്തുള്ളിൽ, ഈ രാജ്യത്തെ ഏതൊരു കലാപത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകരെ കാണിക്കാൻ കഴിയും? ഇന്ത്യക്കകത്ത് പോലും ഇന്ന് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 4ാം സ്ഥാനത്തിന് മത്സരിക്കാൻ 1ാം സ്ഥാനമില്ല, 2ാം സ്ഥാനമില്ല, 3ാം സ്ഥാനമില്ല, 4ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഴുവൻ ഹിജറ പോയി, കാട്ടിലേക്ക് ഹിജറ പോയി. ആ പാർട്ടിയുടെ കൊടിയടയാളങ്ങൾ മുഴുവൻ BJP-ക്കാര് കൈയെടുത്തു. എന്തുകൊണ്ട്? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ രാജ്യത്ത് മുഴുവൻ കുറ്റിയേറ്റുപോയി. നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം. ബംഗാളിലെ മുസ്ലിം സമുദായത്തിന് പിന്തുണ നഷ്ടമായതോട് കൂടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ പരാജയപ്പെട്ടുപോയി. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ലോക അന്താരാഷ്ട്ര വേദി മാർച്ച് 15 എന്ന് പറയുന്ന ദിവസത്തെ അത് വലിയൊരു സന്ദേശമായിട്ടാണ് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമാണ്. അഥവാ ലോകം മുഴുവൻ, നമ്മുടെ രാജ്യത്ത് മാത്രമൊന്നുമല്ല, ലോകം മുഴുവൻ ഇസ്ലാമിനെ കുറിച്ച്, മുസ്ലിങ്ങളെ കുറിച്ച് തെറ്റായ വിധത്തിൽ, വസ്തുതകൾക്ക് നിരക്കാത്ത വിധത്തിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന, അവരെ ഭീകരവൽക്കരിക്കുന്ന, അവരെ പൈശാചികവൽക്കരിക്കുന്ന മുസ്ലിങ്ങളെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ച്, ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ചെല്ലാം തുടങ്ങിയിട്ട് ഇതുപോലുള്ള ഭീകര പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം ലോകത്തുണ്ട് എന്ന് സാക്ഷാൽ UN തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രചരണങ്ങൾ തടയിടുവാൻ വേണ്ടി മാർച്ച് 15 എന്നൊരു ദിവസത്തെ തന്നെ ഉപയോഗിക്കുവാൻ UN ലോകത്തെമ്പാടും തീരുമാനിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ലോകത്ത് കാണപ്പെടുന്ന ഏറ്റവും വലിയ ദർശനം, ഒരുപക്ഷെ അമേരിക്ക പോലും ഭരിക്കുന്നത്, ലോകത്തൊരു പ്രത്യയ ശാസ്ത്രം എന്ന് പറയുന്നത് ലോകത്തുനിന്ന് കമ്മ്യൂണിസം ഇല്ല, ഒരു സോഷ്യലിസം ഇല്ല, ഏതെങ്കിലും ലേബർ പാർട്ടികളോ കൺസർവേറ്റീവ് പാർട്ടികളോ അങ്ങനെ ഏതെങ്കിലും പ്രത്യയ ശാസ്ത്രം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏക പ്രത്യയ ശാസ്ത്രം ഇസ്ലാമോഫോബിയ, മുസ്ലിങ്ങളെ കുറിച്ചുള്ള വെറുപ്പും വിദ്വേഷമൊക്കെ പ്രചരിപ്പിച്ച് അതൊരു മനോരോഗമായി, അതൊരു മാനസിക വിഭ്രാന്തിയായി. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, കടുത്ത ഇസ്ലാമോഫോബായ, കടുത്ത മുസ്ലിം ഇസ്ലാം വിരോധിയായ ഒരു മനുഷ്യൻ ജർമ്മനിയിലെ നിരപരാധികളായ ജനങ്ങൾ ജോലി ചെയ്യുന്ന മാർക്കറ്റിലേക്ക് സ്വന്തം വണ്ടിയിൽ വരികയും വണ്ടി ഇടിച്ചു കയറ്റുകയും അങ്ങനെ 5-6 മനുഷ്യർ കൊല്ലുകയും 5-6 മനുഷ്യരെ കൊല്ലുക പോലും ചെയ്യുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളോടുള്ള വിരോധം, ഇസ്ലാമിനോടുള്ള വിരോധം, ഇല്ലാത്ത വിരോധം പറഞ്ഞും പ്രചരിപ്പിച്ചും ആളുകളുടെ മനസ്സിൽ ഒരു തരം മനോവിഭ്രാന്തി, ഒരു തരം മാനസിക അസ്വസ്ഥം, ഒരു തരം വലിയ ഭ്രാന്തായ ഒരു തലമുറയെ സൃഷ്ടിക്കുവാൻ
ഇവിടെ ഇന്ന് ലോകം മുഴുവൻ ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് നാം ലോക തലത്തിൽ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഇസ്രയേൽ ഫലസ്തീൻ പോരാട്ടം കഴിഞ്ഞ 1.5 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയുമോ, നമ്മുടെ രാജ്യത്തൊക്കെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും ഇസ്രയേൽ എന്ന രാജ്യത്തെ അംഗീകരിക്കാത്ത രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ഗാന്ധിജി മുതൽ ജവഹർലാൽ നെഹ്റു മുതൽ ഒരുപക്ഷെ ഏറ്റവും അവസാനം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് ഗവൺമെന്റുകൾ മുഴുവൻ എല്ലാ കാലഘട്ടങ്ങളിലും ഫലസ്തീന്റെ കൂടിയാണ് നിന്നിട്ടുള്ളത്. ഇസ്രയേൽ എന്നത് ശരിയല്ല, തെറ്റാണ്. ഇസ്രയേൽ എന്നത് മഹാപാപമാണ്. ഇസ്രയേൽ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഗുരുതരമായ പാപത്തിന്റെ പേരാണ് എന്നാണ് ലോകം മുഴുവൻ എന്നും വിലയിരുത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇസ്രയേലിന് അനുകൂലമായി ഇസ്രയേൽ ഫാൻസ് അസോസിയേഷൻ, ഇസ്രയേലിന്റെ വക്താക്കളായി വരുന്ന ഒരു തലമുറ നമ്മുടെ നാട്ടിൽ സംഘപരിവാർ ശക്തികൾ മുതൽ ക്രിസംഗികൾ മുതൽ നമ്മുടെയൊക്കെ ഇടതുപക്ഷ വിപ്ലവകാരികളിൽ പോലും ഒരു സംഘം ആളുകൾ ഇസ്രയേലിന് അനുകൂലമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ഇങ്ങനെ ലോകത്തെ തിന്മകളുടെ ശക്തികളെ പിന്തുണയ്ക്കുന്ന ഒരു വല്ലാത്ത പൈശാചിക ദജ്ജാലിയൻ കാലഘട്ടം. ദജ്ജാൽ എന്ന പദത്തിന്റെ പോലും അർത്ഥം കളവ് പ്രചരിപ്പിക്കുന്നവെന്ന, വ്യാജം പ്രചരിപ്പിക്കുന്നവനെന്ന. അതുകൊണ്ട് ലോകത്ത് കളവുകൾ പ്രചരിപ്പിക്കുന്ന, വ്യാജം പ്രചരിപ്പിക്കുന്ന, തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന, സത്യത്തെ മറച്ചു പിടിക്കുന്ന ഒരു ദജ്ജാലിയൻ കാലഘട്ടത്തിലൂടെയാണ് ലോക സമൂഹം മുന്നോട്ട് പോകുന്നത്. അതിന്റെ വില ലോകത്തിന് കൊടുക്കേണ്ടി വരുമെന്നാണ് ഒറ്റവാക്കിൽ നമുക്ക് പറയുവാനുള്ളത്. 2ാം ലോക ഭീകര മാരക യുദ്ധം നടക്കാനുള്ള കാരണം എന്ത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഫാസിസം, നാസിസം, തീവ്ര ദേശീയത, തീവ്ര വംശീയത, ഞങ്ങളുടെ രാജ്യം, എന്റെ രാജ്യം, ഇങ്ങനെ അന്ധമായ ബധിരമായ രാജ്യസ്നേഹം ആളിക്കത്തിച്ച് ഊതിവീർപ്പിച്ച് ഒരു യുവതലമുറയെ വളർത്തിയെടുത്തതോടു കൂടിയിട്ടാണ് ലോകത്ത് 2ാം ലോക പൈശാചിക മാരക യുദ്ധം നടന്നത് എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ അറിയണം. അതുകൊണ്ട് ലോകം ഈ വംശീയതയ്ക്ക്, ഈ വംശഭ്രാന്തിന്, ഈ ദേശഭ്രാന്തിന് വില കൊടുക്കേണ്ടി വരും. ഇന്ന് ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും അതുപോലെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ, എക്സ്ട്രീം നാഷണലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ, അവരാണെന്ന് ലോകരാജ്യങ്ങളിൽ, ലോകരാഷ്ട്രങ്ങളിൽ അധികാരത്തിൽ പോലും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്ത്യയിലെ സംഘപരിവാർ കഴിഞ്ഞ 3 ടേമായി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? ഈ രാജ്യം കാർഷികമായി തകർന്നുകൊണ്ടിരിക്കുന്നു, വ്യവസായികമായി തകർന്നുകൊണ്ടിരിക്കുന്നു. രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങൾ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. ഈ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ രാജ്യത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി, അമിത്ഷാ എന്ന് പറയുന്ന വ്യക്തി, ഒരുപക്ഷെ അടുത്ത താരമായ സാക്ഷാ യോഗിയെ പോലുള്ള ആളുകൾ, അവർ ഇന്നും വലിയ അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് നരേന്ദ്രമോദിയുടെ യോഗ്യത? എന്താണ് അമിത്ഷായുടെ യോഗ്യത? എന്താണ് സാക്ഷാൽ യോഗിയുടെ യോഗ്യത എന്ന് ചോദിച്ചാൽ, അവർ മുസ്ലിം വിരോധികളാണ്. അവർ മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കുന്നവരാണ്. അവരിവിടെ കലാപമുണ്ടാക്കുന്നവരാണ്. നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി എന്താണ് അദ്ദേഹത്തിന്റെ യോഗ്യത? അദ്ദേഹത്തിന്റെ കൈകളിൽ രക്തമുണ്ട്. അദ്ദേഹം ഒരു വലിയ കലാപം നടത്തിയിട്ടുണ്ട്. ഗുജറാത്തിൽ കലാപം നടത്തി 3000-ഓളം മനുഷ്യരെ ഒറ്റ ഇരിപ്പിന് ഒരു നാട്ടിലെ 3000-ഓളം മനുഷ്യരെ കൊന്നു തിന്നിട്ടുണ്ട്. ഒരു രാജ്യത്ത് മുഴുവൻ വർഗീയാഗ്നി കൊണ്ട് ഒരു നാട് മുഴുവൻ കത്തിച്ചാമ്പലാക്കിയിട്ടുണ്ട്. ഒരു പ്രദേശത്തെ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. അതാണ് നരേന്ദ്രമോദിക്ക് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയാകാനുള്ള യോഗ്യത. അതൊരു കലാപം നടത്തി എന്നതാണ്. ഈ രാജ്യത്ത് അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ യോഗ്യത എന്താണ്? അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയർ ആണ്. അദ്ദേഹം ഒരു സോഷ്യൽ എഞ്ചിനീയർ ആണ്. അഥവാ ഒരു രാജ്യത്തെ ജനങ്ങളെ വർഗീയവൽക്കരിക്കാൻ നല്ല ശേഷിയുണ്ട്. മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാൻ, മുസ്ലിങ്ങളെയും ജാട്ടുകളെയും തമ്മിലടിപ്പിക്കാൻ, ഗോത്രജന വിഭാഗങ്ങളെ, കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, ഇപ്പൊ നമ്മുടെ കേരളത്തെ ക്രൈസ്തവ സമൂഹത്തെ മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചുവിടുക. ഈ കേരളത്തിലെ ജാതീയ പ്രസ്ഥാനങ്ങൾ, SNDP പോലുള്ള പ്രസ്ഥാനങ്ങൾ, NSS പോലുള്ള പ്രസ്ഥാനങ്ങൾ, ഒരുപക്ഷെ ആദിവാസി ജനവിഭാഗങ്ങൾ വരെ, KPMS പോലുള്ള പ്രസ്ഥാനങ്ങൾ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ, അത്തരം പ്രസ്ഥാനങ്ങളെ എല്ലാം തന്നെ മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചുവിടുക. ഇങ്ങനെ രാജ്യത്തെ പൊളിറ്റിക്കൽ എഞ്ചിനീയർ എന്ന പേരിൽ, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ, പണ്ട് കിട്ടനും മുട്ടനും തമ്മിലടിപ്പിക്കുക, ചെന്നായിയുടെ രാഷ്ട്രീയം,
കുട്ടനെയും മുട്ടനെയും തമ്മിലെടുപ്പിച്ച് രക്തം വീഴിച്ച് ആ രക്തം കുടിച്ചു വളരുന്ന ചെന്നായി ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, ആ രീതിയിൽ രാജ്യത്തെ ജനങ്ങളെ തമ്മിലെടുപ്പിക്കുക. മുസ്ലിങ്ങളെ ഒരു പക്ഷത്ത് നിർത്തി ബാക്കി ജനവിഭാഗങ്ങളെ മറുപക്ഷത്ത് നിർത്തി മുസ്ലിം ശത്രുവിനെ ചൂണ്ടിക്കാണിച്ച് മുസ്ലിങ്ങൾ ഭീകരന്മാരാണ്, മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, മുസ്ലിങ്ങളുടെ മതം പ്രശ്നമാണ്, മുസ്ലിങ്ങളുടെ നിയമം പ്രശ്നമാണ്, അവർ ഹലാല് പ്രശ്നമാണ്, അവർ പള്ളി പ്രശ്നമാണ്, അവർ മദ്രസ പ്രശ്നമാണ്, അവർ പള്ളിക്കടിയിൽ പള്ളിക്കുള്ളിൽ ശിവലിംഗമുണ്ട്, രാമൻ ജനിച്ചത് ഈ പള്ളിക്കുടെ ഉള്ളിലാണ്, കൃഷ്ണൻ ജനിച്ചത് ആ പള്ളിക്കുള്ളിലാണ്. ഇങ്ങനെ ഓരോ പള്ളിക്കുള്ളിലും ഇപ്പോൾ രാമവിഗ്രഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ശിവലിംഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ആർക്കിയോളജിക്കൽ സർവേയുമായിട്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാട്ടിൽ താജ്മഹൽ ആണെങ്കിലും കുത്തുബ് മീനാർ ആണെങ്കിലും ചെങ്കോട്ടയാണെങ്കിലും അങ്ങനെ ഈ രാജ്യത്ത് അറിയപ്പെടുന്ന മുസ്ലിം പള്ളികള്, മുസ്ലിം സ്ഥാപനങ്ങള്, അവരുടെ മദ്രസകള്, അവരുടേതായ മുഴുവൻ സംരംഭങ്ങളെയും സ്ഥാപനങ്ങളെയും എല്ലാം തന്നെ ഈ രൂപത്തിൽ ഏതോർത്ഥത്തെ തെറ്റിദ്ധരിപ്പിച്ച് അവർക്കെതിരിൽ കടുത്ത ഇസ്ലാമോഫോബിയ വിരോധം സൃഷ്ടിച്ചുകൊണ്ട് നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കി, കലാപങ്ങളുടെ മറവിൽ, പരസ്പര വൈരാഗ്യങ്ങളുടെ മറവിൽ അത്തരത്തിൽ രക്തം ചിന്ത ആ അധികാരത്തിന്റെ രക്തം കുടിക്കാൻ, അധികാരത്തിലേക്ക് കയറിപ്പിടിക്കാൻ വർഗീയത ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് പ്രിയമുള്ളവരെ അമിത്ഷാ എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ യോഗ്യത. അമിത്ഷായുടെ സപ്പോർട്ട് അതാണ്. ഒരുപക്ഷെ ഇവിടുത്തെ ക്രൈസ്തവർ പോലും, ഞങ്ങൾക്കറിയാം മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയും തമ്മിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ജീവിക്കുന്നവരല്ലേ. കഴിഞ്ഞ എത്രയോ വർഷമായി എനിക്ക് 50 വയസ്സുണ്ട്. എന്റെ 50 വയസ്സ് പ്രായത്തിനിടയിൽ ഇന്ത്യ രാജ്യത്ത് കേരളത്തിലെ മണ്ണിൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ ഒരു പ്രശ്നമില്ല, മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയും തമ്മിൽ ഒരു സംഘർഷവും ഉണ്ടായിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയും ഒരു പ്രശ്നമില്ല. പിന്നെ എന്തിനാണ് ക്രിസംഗികൾ എന്ന് പറയുന്ന ഒരു ധാര മുസ്ലിങ്ങളെ തെറി വിളിക്കുന്നത്, മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുന്നത്? അത് സംഘപരിവാറിന് വേണ്ടിയിട്ടാ. നിങ്ങൾ മുസ്ലിങ്ങളെ ചീത്ത പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥാനം തരാം. നിങ്ങൾ മുസ്ലിങ്ങളെ തെറി വിളിക്കുകയാണെങ്കിൽ, മുസ്ലിങ്ങളെ ഭീകരവൽക്കരിക്കുകയാണെങ്കിൽ, മുസ്ലിങ്ങൾക്കെതിരെ നീങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് FCR തരാം, നിങ്ങൾക്ക് ATG തരാം, നിങ്ങൾക്ക് 12 തരാം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളുകൾക്കും നിങ്ങളുടെ കോളേജുകൾക്കും നിങ്ങൾക്ക് വിദേശ ഫണ്ടുകൾക്കും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം. അങ്ങനെ ഓരോ വിഭാഗം ജനങ്ങളെയും തമ്മിലടിപ്പിച്ച് ആ രീതിയിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ സൗഹാർദ്ദ സംസ്കാരം തകർത്തുകൊണ്ട് ഈ രാജ്യത്തെ അധികാരത്തിലും ഭരണത്തിലും ഏറാൻ ശ്രമിക്കുന്നവരാണ് സംഘപരിവാർ. 2024 പാർലമെന്റ് ഇലക്ഷനിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി 100ഓളം സ്ഥലങ്ങളിൽ പ്രസംഗിച്ച സ്ഥലത്തൊക്കെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ്? വർഗീയത വെച്ച് വിളമ്പുകയാണ്, വർഗീയത വെച്ച് വിളമ്പി വിതരണം ചെയ്യുകയാണ്. ഈ രാജ്യത്തിന്റെ ബജറ്റിലെ സിംഹഭാഗം മുസ്ലിങ്ങൾ കൊണ്ടുപോകുന്നു. ഈ രാജ്യത്തെ ഹിന്ദുക്കളെ നിങ്ങളുടെ താലിമാല, ആ താലിമാല വാങ്ങി കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കൊടുക്കും. നിങ്ങളുടെ രംലല്ല അത് പൊളിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കും. എന്തൊക്കെയാ കാര്യങ്ങൾ പറയണത്? ഒരു നാടിന്റെ പ്രധാനമന്ത്രിയുടെ ചേല, ഒരു നാടിന്റെ പ്രധാനമന്ത്രിയുടെ നിലവാര, അഥവാ വർഗീയതയുടെ കരാളഹസ്തങ്ങളിലേക്ക് സാംസ്കാരികമായി തകർന്നുപോയ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യം ഗുരുതരമായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ രാജ്യത്തെ ഈ വർഗീയത എവിടെ എത്തിക്കുമെന്ന് എല്ലാവരും ആലോചിക്കുന്നല്ല. ഞാൻ നേരത്തെ ജർമ്മനിയെ പറ്റി പറഞ്ഞില്ലേ? ഐ സല്യൂട്ട് ജർമ്മനി, ഐ ഡൈ ഫോർ മദർലാൻഡ്. ഡു ഓർ ഡൈ ഫോർ ജർമ്മനി, ഡു ഓർ ഡൈ ഫോർ ജർമ്മനി, ഐ സല്യൂട്ട് ജർമ്മനി. ജർമ്മനി ഈസ് ദി ഗ്രേറ്റ്. ജർമ്മനിയാണ് ഏറ്റവും വലുത്. ജർമ്മനിയെ ഞാൻ അഭിസംബോധന ചെയ്യുന്നു. ജർമ്മനിക്ക് വേണ്ടി ജീവിക്കുക, ജർമ്മനിക്ക് വേണ്ടി ഭരിക്കുക. ലോകം എന്നത് ജർമ്മനിയാണ്, ലോകം ഭരിക്കേണ്ടത് ജർമ്മനിയാണ്. ഇങ്ങനെ ജർമ്മൻ യുവതയെ, ജർമ്മൻ തലമുറയെ ആവേശം കൊള്ളിച്ച് വംശീയതയുടെ പേരിൽ ലോകത്തിന് അധികാരവും ഭരണവും കൈയാളേണ്ടത് ആര്യ ജനവിഭാഗമാണ്. അത് നാസി പാർട്ടിയാണ്. ജർമ്മനിയാണ് ലോകത്തിന്റെ അധികാരം എന്ന് പറഞ്ഞുകൊണ്ട് ജർമ്മൻ യുവാക്കളെ ഭ്രാന്ത് പിടിപ്പിച്ച് വംശീയവാദത്തിന്റെയും ദേശീയവാദത്തിന്റെയും ദേശഭ്രാന്തിന്റെയും ഒരു സംസ്കാരം ജർമ്മൻ ജനതയിൽ പഠിപ്പിച്ചതോടുകൂടിയിട്ടാണ് പ്രിയമുള്ളവരെ ജർമ്മൻ ജനത അന്ധമായ ദേശീയതയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് അവസാനം 2ാം ലോക ഭീകര യുദ്ധത്തിൽ സാക്ഷാൽ ബ്രിട്ടന്റെ മുമ്പിൽ, ഫ്രാൻസിന്റെ മുമ്പിൽ ചെന്നു ചാടുകയും അങ്ങനെ ജർമ്മനി എന്ന രാജ്യം ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തം, ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട ചരിത്രം പ്രിയമുള്ളവരെ നിങ്ങൾ ഓർക്കണം. ഞാൻ പറയുന്നത് ഈ അനുഭവം നമ്മുടെ രാജ്യത്തിനും ബാധകമാണ്.
ഈ അനുഭവം ഈ രാജ്യത്തിനും ബാധകമാണ്. പ്രിയമുള്ള ഈ രാജ്യം ഈ രൂപത്തിൽ ഫാസിസവുമായി മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഫാസിസത്തിനെതിരിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനതകളും ഒരുമിക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് സന്ദർഭത്തിൽ പറയാനുള്ള പോയിന്റ് ഇതാണ്. ഈ ഫാസിസത്തിനെതിരിൽ, സംഘപരിവാറിനെതിരിൽ, RSSനെതിരിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും, കോൺഗ്രസ് ഒരു കാലഘട്ടത്തിൽ ഇതിൽ നീതി പുലർത്തിയില്ലെന്ന് മാത്രമല്ല, ഒരു സോഫ്റ്റ് ഹിന്ദുത്വം, റാവു കോൺഗ്രസ് എന്ന പ്രയോഗമാണ്. റാവു കോൺഗ്രസ് നെഹ്റുവിന്റെ കോൺഗ്രസിൽ നിന്നും വന്ന് ഇന്ദിരയുടെ കോൺഗ്രസിലൂടെ രാജീവിന്റെ കോൺഗ്രസിലെത്തിയപ്പോൾ ഒരു ചെറിയ മൃദുഹിന്ദുത്വം വന്നു. പക്ഷേ ആ മൃദുഹിന്ദുത്വത്തെ സംഘപരിവാറിന് അനുകൂലമാക്കി ഏറ്റവും സപ്പോർട്ട് ചെയ്ത് കൊടുത്ത വ്യക്തിയുടെ പേരാണ് നരസിംഹറാവു. ആ നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലാണ് ബാബരി മസ്ജിദ് പൊളിച്ചത്. നരസിംഹറാവു ആണ് സംഘപരിവാറിന് അനുകൂലമായിട്ട് ഈ രാജ്യത്തിന്റെ അധികാര സംവിധാനങ്ങൾ കോൺഗ്രസിന്റെ മറവിൽ, കോൺഗ്രസിന്റെ ചെലവിൽ സംഘപരിവാറിന് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തത് റാവു കോൺഗ്രസ് ആണ്. അവസാനം എന്ത് സംഭവിച്ചു എന്നറിയോ? റാവു കോൺഗ്രസിലൂടെ കോൺഗ്രസ് തകർന്നുപോയി. കോൺഗ്രസ് ഡൽഹിയിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും അതുപോലെ ഈ രാജ്യത്തെ ഉത്തരേന്ത്യൻ നാടുകളിലെല്ലാം തന്നെ കോൺഗ്രസ് ഉപ്പ് വെച്ച കലം പോലെ തകർന്നത് രാജ്യത്തൊമ്പാടെ കോൺഗ്രസ് ദുർബലമായി. ഇപ്പോൾ കോൺഗ്രസ് തിരിച്ചു വരുന്നുണ്ട്. അതിന്റെ കാരണം യഥാർത്ഥ രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകളാണ്, പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള ആളുകളാണ്. അവർ ശക്തമായി പറഞ്ഞു, ഇത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്, ഇത് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ്, നഫ്രത് കി ദുക്കാൻ, ഇത് വെറുപ്പിന്റെ ചന്തയാണ്, ഇവിടെ മഹബത്ത് കി ദുക്കാൻ, ഇവിടെ സ്നേഹത്തിന്റെ കട തുറക്കേണ്ടതുണ്ട്. അങ്ങനെ രാജ്യത്തെ സംഘപരിവാറിനെയും വർഗീയ ഫാസിസ്റ്റരെയും ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം കൈയാളിയപ്പോഴാണ് കോൺഗ്രസിന് ഇന്ന് ദേശീയ തലത്തിൽ ഒരു തിരിച്ചുവരവ് ഇന്ന് സാധ്യമായിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ സാക്ഷാൽ സഖാവ് KN കുഞ്ഞഹമ്മദിനെ പോലുള്ള ആളുകൾ ഗുജറാത്തിലെ മണ്ണിൽ പോയി 10,000 മനുഷ്യരെ കൊന്നു തിന്ന ചിത്രം കണ്ടുകൊണ്ട്, മനുഷ്യരെ വർഗീയ കലാപ ഭൂമി കണ്ട് ആ നാട് ചാമ്പലാക്കിയത് കണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ രാജ്യത്ത് ഗുജറാത്ത് കണ്ടില്ലേ, നമുക്ക് ഈ രാജ്യത്ത് ഒരു ഇരകളുടെ കൂട്ടായ്മ ഉണ്ടാകേണ്ടതുണ്ട്, ഇരകളുടെ മാനിഫെസ്റ്റോ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും സംഘപരിവാറിൽ ഒരുമിക്കണം. അതിൽ മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകളും ദളിതുകളും അങ്ങനെ കോൺഗ്രസും എല്ലാ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രിയമുള്ളവരെ സാക്ഷാൽ സംഘപരിവാറിനെതിരിൽ ഒരുമിച്ച് നിൽക്കണമെന്ന ശക്തമായ മുദ്രാവാക്യം ഈ രാജ്യത്ത് വിളിച്ചു പറഞ്ഞ വ്യക്തിയായിരുന്നു KN കുഞ്ഞഹമ്മദ് പോലുള്ള ആളുകൾ. ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരകളുടെ മാനിഫെസ്റ്റോ എന്ന പേരിൽ ഒരു പുസ്തകം പോലും അദ്ദേഹം ആ കാലഘട്ടത്തിൽ രചിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഞങ്ങൾ പറഞ്ഞു വരുന്നത് അത്തരത്തിൽ സംഘപരിവാറിനെതിരിൽ ഒരുമിച്ച് നിൽക്കുക, അതിന്റെ ഒരു ഗുണം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഈ രാജ്യം അനുഭവിച്ചതാണ്. സംഘപരിവാറിന് അനുകൂലമായി ഈസി വാക്ക് ഓവർ 400 സീറ്റുകളേറെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കടന്നു വന്ന സംഘപരിവാർ യഥാർത്ഥത്തിൽ വിയർത്തുപോയി. യഥാർത്ഥത്തിൽ സംഘപരിവാർ ഒന്ന് ശരിക്കും ഉഷ്ണിച്ചു. സാക്ഷാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ തട്ടകമായ വാരണാസിയിൽ പോലും 2 മണിക്കൂറോളം പിന്നിൽ നിൽക്കേണ്ടി വന്നു. മോഡി പിന്നിൽ എന്ന് എഴുതി കാണിക്കുന്ന അവസ്ഥ പോലും സാക്ഷാൽ നരേന്ദ്രമോദിക്ക് പോലും ഉണ്ടായി. അവർ വിചാരിച്ച 400 സീറ്റ് കിട്ടിയില്ലെന്ന് മാത്രമല്ല 300 സീറ്റ് പോലും ലഭിച്ചില്ല. പിന്നീട് ഏതോ അർത്ഥത്തില് 2 പാർട്ടികളെ പിൻബലത്തോടു കൂടിയിട്ടാണ് ഇന്ന് കേന്ദ്രത്തിൽ BJPക്ക് പോലും ഭരിക്കാൻ സാധിച്ചത്. സംഘപരിവാറിന്റെ ആസ്ഥാനമായ പല പ്രദേശങ്ങളിലും സാക്ഷാൽ UPയിൽ വരെ, യോഗിയുടെ UPയിൽ വരെ BJP താഴോട്ട് പോകുന്ന അവസ്ഥയുണ്ടായി. മഹാരാഷ്ട്രയിൽ BJP താഴോട്ട് പോകുന്ന അവസ്ഥയുണ്ടായി. രാജസ്ഥാനിൽ സംഘപരിവാറിന് ശക്തമായി തിരിച്ചടി നേരിട്ടു. കൗ ബെൽറ്റ് എന്ന് പറയുന്ന, പശു ബെൽറ്റ് എന്ന് പറയുന്ന നേരത്തെ കാലഘട്ടത്ത് വർഗീയത കൊണ്ട് മാത്രം വിജയിച്ചിരുന്ന ഉത്തരേന്ത്യൻ നാടുകളിൽ BJPക്ക് തിരിച്ചടി നേരുന്ന അവസ്ഥയാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കണ്ടത്. അഥവാ ഒരു ശക്തമായ പോരാട്ടം ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും കൂടിച്ചേർന്ന മുന്നണിയാണ്. കോൺഗ്രസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതുപോലെ ദളിത് പ്രസ്ഥാനങ്ങളും ജനതാദൾ പോലുള്ള പ്രസ്ഥാനങ്ങളും അങ്ങനെ സകലമാന പ്രസ്ഥാനങ്ങൾ കൂടിച്ചേർന്നുകൊണ്ട് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ഈ രാജ്യത്ത് ശക്തമായി ഉയർത്തിപ്പിടിച്ചപ്പോഴാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ BJP യഥാർത്ഥത്തിൽ വിയർത്തുപോയത്. BJPക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ എത്തിച്ചേരുവാൻ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലൂടെ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുകയുണ്ടായി.
പ്രിയമുള്ളവർ, ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഈ ഒരു സന്ദർഭത്തിൽ പോലും നമുക്ക് വിഷമമുണ്ടായി. ഉത്തരേന്ത്യയിലെ വർഗീയതയുടെ കേന്ദ്ര സ്ഥലങ്ങളിൽ സംഘപരിവാറിന് ശക്തമായി തിരിച്ചടി നേരിട്ടപ്പോൾ ഒരുപക്ഷെ എല്ലാ കാലഘട്ടത്തിലും വർഗീയ ശക്തിയെ തടഞ്ഞു നിർത്തിയ, പിടിച്ചുകെട്ടിയ കേരളത്തിലെ മണ്ണിൽ അതിന് സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ BJP ജയിക്കുന്ന, സുരേഷ് ഗോപി ജയിക്കുന്ന ചിത്രം വരെ നമ്മൾ കാണുകയുണ്ടായി. അവിടെയാണ് ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനമാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. ഈ കേരളത്തിനൊരു പാരമ്പര്യമുണ്ട്. കേരളം എന്ന് പറയുന്നത് എ തേർഡ് വേൾഡ് കൺട്രി ഇൻ ഫസ്റ്റ് വേൾഡ് സിറ്റുവേഷൻ. ഒരു മൂന്നാം ലോക രാജ്യമാണ് കേരളം, ഒരു മൂന്നാം ലോക രാജ്യമാണ് ഇന്ത്യ. ആ മൂന്നാം ലോക രാജ്യത്തിൽപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ കേരളം ഒരു ഒന്നാം ലോക രാജ്യമാണ്. ബ്രിട്ടനെ പോലെ, ഫ്രാൻസിനെ പോലെ, സ്വീഡനെ പോലെ, ഇറ്റലിയെ പോലെ, ദുബായിയെ പോലെ ലോകത്തെ ഒന്നാം ഘട്ട രാജ്യങ്ങളിലെ ജനങ്ങൾ ജീവിക്കുന്ന ആ സംസ്കാരത്തിലും സ്റ്റാൻഡേർഡിലും ജീവിക്കുന്ന ജനതയാണ് കേരളീയ ജനത. ആ കേരളത്തിന് വേറൊരു പ്രത്യേകത എന്തറിയോ? ഈ വർഗീയ ശക്തികൾക്ക് കേരളം ഒരിക്കലും ഒരു സീറ്റ് പോലും നൽകിയിട്ടില്ല. 1925 സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്ത് രൂപപ്പെട്ടു. ഇത്ര വർഷം 75 വർഷം പ്രവർത്തിച്ചു. 100 കൊല്ലം ആകാറായി. 100 കൊല്ലം കഴിഞ്ഞിട്ടും കേരളത്തിൽ ഒരു നിയമസഭയിൽ പോലും BJPക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല. ഈ കേരളത്തിന്റെ നിയമസഭയിൽ ഒരു BJP MLA ഉണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹം തോറ്റുപോയി. കേരളത്തിന്റെ പഞ്ചായത്തിൽ പോലും നേരെ ചൊവ്വെ ഭരിക്കാൻ കേരളം സമ്മതിച്ചിട്ടില്ല. കാരണം കേരളം പറഞ്ഞു, ഞങ്ങൾക്ക് ഉത്തരേന്ത്യക്കാരുടെ വർഗീയത വേണ്ട. നിങ്ങളുടെ പരിപ്പ് ഇങ്ങോട്ട് പോന്നോട്ടെ, നിങ്ങളുടെ പച്ചക്കറി ഇങ്ങോട്ട് പോന്നോട്ടെ, നിങ്ങളുടെ അരി ഇങ്ങോട്ട് പോന്നോട്ടെ, നിങ്ങളുടെ പലവ്യഞ്ജനങ്ങൾ പോന്നോട്ടെ. അങ്ങനെ ആന്ധ്രയുടെ അരി പോന്നോട്ടെ, തമിഴ്നാടിന്റെ പച്ചക്കറി വന്നോട്ടെ, അതുപോലെ പഞ്ചാബിന്റെ പരുത്തി വന്നോട്ടെ, അല്ലെങ്കിൽ ഉത്തരേന്ത്യയുടെ കരിമ്പ് വന്നോട്ടെ. അങ്ങനെ നിങ്ങളുടെ കരിമ്പ് വന്നോട്ടെ, പരിപ്പ് വന്നോട്ടെ, പച്ചക്കറി വന്നോട്ടെ, പലവ്യഞ്ജനങ്ങൾ വന്നോട്ടെ. നിങ്ങളുടെ വർഗീയത ഉണ്ടല്ലോ, നിങ്ങളുടെ ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ്, പശുവിന്റെ പേര് പറഞ്ഞ്, കലാപത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങളോട് ഇങ്ങനെ വർഗീയതയുടെ മാലിന്യ വണ്ടി, സംഘപരിവാറിന്റെ വർഗീയതയുടെ മാലിന്യ വണ്ടി, അത് പാലക്കാടിന്റെ വാളയാറിന്റെ ചെക്ക് പോസ്റ്റിൽ പറഞ്ഞുകൊണ്ട് സംഘപരിവാറിന് ഇവിടെ ആവശ്യമില്ല, വർഗീയതയുടെ ആവശ്യമില്ല. മോഡിയുടെയോ അമിത്ഷയുടെയോ നരേന്ദ്ര യോഗിയുടെയോ രാഷ്ട്രീയം കേരളത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളീയ പൊതുസമൂഹം സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിന് കഴിഞ്ഞ 100 കൊല്ലമായി ചെക്ക് പറഞ്ഞ് ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് വരാൻ സമ്മതിക്കാത്ത വിധം സംഘപരിവാർ വലിയ നാണക്കേടാണിത്. കാരണം ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും വിദ്യാസമ്പന്നർ ജീവിക്കുന്ന നാടാണ് കേരളം. ഏറ്റവും സാക്ഷരരായ മനുഷ്യർ ജീവിക്കുന്ന നാടാണ് കേരളം. ഒരു യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ്, ഒരു വിശ്വ പൗരത്വമുള്ള ജനങ്ങൾ ജീവിക്കുന്ന നാടാണ് കേരളം. ആ കേരളത്തിൽ വോട്ട് കിട്ടുന്നില്ലല്ലോ, ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും ജയിക്കുന്നില്ലല്ലോ. ഈ കേരളത്തിൽ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം. ഈ കേരളത്തിൽ 100 കണക്കിന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ജനങ്ങൾ ഹിന്ദുക്കളാണ്. പക്ഷെ എന്നിട്ടും BJPക്ക് ഒരു സീറ്റിൽ, ഒരു പഞ്ചായത്തിൽ പോലും നേരെ ജയിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഹിന്ദുക്കളിൽ പോലും 3% പോലും പിന്തുണ, ഹിന്ദുക്കളിൽ പോലും 3% പിന്തുണ BJPക്ക് കിട്ടുന്നില്ല. കാരണം കേരളം നാരായണ ഗുരുവിന്റെ നാടാണ്, കേരളം അയ്യങ്കാളിയുടെ നാടാണ്, കേരളം വാഗ്ഭടാനന്ദ നാടാണ്, കേരളം EMSന്റെ നാടാണ്. അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ കേരളം ഭ്രാന്താലയമായിരുന്നു. ആ ഭ്രാന്താലയമായിരുന്നത് ഏതു ദർശ അത് സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രം ഉണ്ടായിരുന്നു. സവർണ സംസ്കാരം, വിചാരധാരയുടെ സംസ്കാരം, മനുസ്മൃതിയുടെ സംസ്കാരം, ആ മനുസ്മൃതിയുടെ സംസ്കാരം, വിചാരധാരയുടെ സംസ്കാരം, സവർണ ബ്രാഹ്മണിസത്തിന്റെ സംസ്കാരം, സവർണ മേലാളന്റെ ആ വംശമഹിമയിൽ കേന്ദ്രീകൃതമായ ആ പ്രത്യയശാസ്ത്രം അത് ഈ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഭ്രാന്താലയമാക്കിയിരുന്നു. കേരളത്തിന് പൊതുവഴിയിലൂടെ മനുഷ്യർ നടക്കാൻ കഴിയാതിരുന്ന തോട്ടുകൂടായ്മയുടെയും തീണ്ടലുടെയും ജാതീയതയുടെയും അത്തരത്തിലുള്ള വൃത്തികെട്ട വികാരങ്ങളും വിചാരങ്ങളും രാജ്യത്തെ ജനങ്ങളെ മതിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഈ കേരളത്തിലെ മണ്ണിൽ സാക്ഷാൽ അയ്യങ്കാളി കടന്നു വരുന്നത്, അതുപോലെ ശ്രീനാരായണ ഗുരു കടന്നു വരുന്നത്, വാഗ്ഭടാനന്ദൻ കടന്നു വരുന്നത്, VT ഭട്ടത്തിരിപ്പാട് കടന്നു വരുന്നത്, പൊയ്കൽ അപ്പച്ചൻ കടന്നു വരുന്നത്, AKG കടന്നു വരുന്നത്, EMS കടന്നു വരുന്നത്. ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇതുപോലെ സാമൂഹ്യ നവോത്ഥാന നായകന്മാരും മുസ്ലിം പണ്ഡിതന്മാരും എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് ഈ സവർണ ബ്രാഹ്മണിക സവർണ പ്രത്യയശാസ്ത്രത്തെ കേരളത്തിലെ മണ്ണിൽ നിന്നും കെട്ടുകെട്ടിച്ചു. അതുകൊണ്ട് സംഘപരിവാറിന് കേരളത്തിൽ അത്ര എളുപ്പത്തിൽ ഈസി വാക്ക് ഓവറായിട്ട് ഇങ്ങോട്ട് കടന്നു വരാനോ ഇവിടെ അധികാരം നേടാനോ സാധിച്ചിട്ടില്ല. അങ്ങനെ പാരമ്പര്യം കേരളത്തിലുണ്ട്. പക്ഷേ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി
ഇടതുപക്ഷത്തെ കുറിച്ച് പറയാൻ പോകുന്നത്. അങ്ങനെ ഒരു പാരമ്പര്യമുള്ള കേരളത്തിൽ ഇന്ന് പതുക്കെ പതുക്കെ അരിച്ചരിച്ച് കിനിഞ്ഞ് കെരിഞ്ഞ് കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ, കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ സംഘപരിവാറിന് അനുകൂലമായി, BJPക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം കേരളത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണതിന് പിന്നിൽ? ആരാണതിന് പിന്നിൽ? തൃശ്ശൂർ പോലും ജയിച്ചു. ആരാണ് തൃശ്ശൂർ വിജയിപ്പിച്ചത്? ആരാണ് തൃശ്ശൂർ വിജയിപ്പിച്ചത്? ഇടതുപക്ഷ രാഷ്ട്രീയത്തോട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഗുണകാംക്ഷയോടെ ഞങ്ങൾ സംസാരിക്കുന്നത് ഒരു പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് വിമർശനമല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കാൻ പറ്റിയ സമയമല്ലത്. അവിടെ കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും ദളിതുകളും ക്രൈസ്തവരും എല്ലാവരും ഒരുമിച്ച് നിന്ന് സംഘപരിവാർ നേരിടേണ്ട കാലം. ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം സംഘപരിവാറാ. സംഘപരിവാർ മാത്രമേ പ്രശ്നമുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രശ്നമല്ല, ക്രൈസ്തവർ പ്രശ്നമല്ല, ദളിതുകൾ പ്രശ്നമല്ല. കാരണം അവരെല്ലാവരും ഇരകളാ. അവരെല്ലാവരും പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുക. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു ജനകീയ സമരം നടത്തേണ്ടത് സംഘപരിവാറിനെതിരാണ്. ആ സമരം നടത്തേണ്ട പശ്ചാത്തലത്തിലാണ് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ മണ്ണിലേക്ക് അറിഞ്ഞോ അറിയാതെയോ സംഘപരിവാറിന് അനുകൂലമായ ഒരു ഡീപ്പ് സ്റ്റേറ്റ്, ആ വാക്ക് ഡീപ്പ് സ്റ്റേറ്റ്, ഈ രാജ്യത്ത് ഡീപ്പ് സ്റ്റേറ്റ് എന്ന പ്രയോഗമുണ്ട്. സാക്ഷാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ സംഘപരിവാറിന് അനുകൂലമായി ഈ രാജ്യത്തെ പോലീസ് സംവിധാനവും പട്ടാള സംവിധാനവും ഉദ്യോഗസ്ഥ സംവിധാനവും എല്ലാത്തിനും ചെയ്തു കൊടുത്തുകൊണ്ട് സംഘപരിവാർ രാഷ്ട്രീയത്തിന് അനുകൂലമായി ഈ രാജ്യത്തിന്റെ അധികാര ഉന്നത ഉദ്യോഗ തലങ്ങളിലെല്ലാം സൗകര്യപ്പെടുത്തി കൊടുത്ത സംവിധാനത്തിന്റെ പേരാണ് ഡീപ്പ് സ്റ്റേറ്റ്. അത് സാക്ഷാൽ നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് വളരെ മനോഹരമായി സംഘപരിവാർ ഉപയോഗപ്പെടുത്തിയതാണ്. ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ സാക്ഷാൽ പിണറായി വിജയന്റെ മന്ത്രിസഭാ കാലഘട്ടത്തിൽ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുണ്ട്, വ്യവസായ മന്ത്രിയുണ്ട്, വാണിജ്യ മന്ത്രിയുണ്ട്, തൊഴിൽ മന്ത്രിയുണ്ട്. അങ്ങനെ ഒരുപാട് മന്ത്രാലയങ്ങളെ കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ നമ്മൾ ഉറക്കെ പറയുന്നില്ല. കഴിഞ്ഞ CPM-ന്റെ മന്ത്രിസഭയും ഈ CPM-ന്റെ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട അതിന്റെ പല വകുപ്പും മുഖ്യമന്ത്രിയുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ പല വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പല വിമർശനങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. വ്യവസായ വകുപ്പിനെ കുറിച്ച്, വാണിജ്യ വകുപ്പിനെ കുറിച്ച്, തൊഴിൽ വകുപ്പിനെ കുറിച്ച്, ആരോഗ്യ വകുപ്പിനെ കുറിച്ച് നല്ല അഭിപ്രായവും അതുപോലെ മോശം അഭിപ്രായമൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ ഞങ്ങൾ പറയാൻ തയ്യാറില്ല. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് വളരെ പച്ചയായിട്ട് സംഘപരിവാറിന് അനുകൂലമായി ഈ രാജ്യത്തിന്റെ അധികാര സംവിധാനങ്ങൾ, ഉദ്യോഗ സംവിധാനങ്ങൾ, പോലീസ് സംവിധാനങ്ങൾ പലപ്പോഴും പ്രവർത്തിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ആക്ഷേപം. അതാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആക്ഷേപം. കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ ഭരിക്കുന്ന CPM ആണ്. പക്ഷെ CPM ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ പോലീസ് സംവിധാനം, ആഭ്യന്തര സംവിധാനം RSSന് അനുകൂലമായി നീങ്ങുന്നു. RSSന് അനുകൂലമായിട്ട് ഏത് വിഷയത്തിലും തീരുമാനങ്ങൾ പറയുന്നു. കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റൊരറ്റം വരെ ഒരു വിഷയം, രണ്ട് വിഷയം അല്ലത്. ഏത് ഒറ്റപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ ഒരു പക്ഷെ ഇത്രത്തോളം വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കാസർഗോഡ് റിയാസ് മൗലവി വധം മുതൽ തിരുവനന്തപുരത്തെ ആവിക്കൽ തോട് സമരവുമായി ബന്ധപ്പെട്ട് ഈ മുഴുവൻ പ്രശ്നങ്ങളിലും മുസ്ലിം സമുദായത്തെയും സംഘപരിവാറും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ സംഘപരിവാറിന് അനുകൂലമായി നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും സംഘപരിവാറിന് അനുകൂലമായി തീരുമാനമെടുക്കുന്ന ഒരു ആഭ്യന്തര സംവിധാനം, ഒരു പോലീസ് സംവിധാനം, അതാണ് കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ രാജ്യത്ത് ഞങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രശ്നം. അതാണ് വളരെ ഈ കേരളത്തിൽ ഞങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രശ്നം. റിയാസ് മൗലവി വധം. എന്താ റിയാസ് മൗലവി വധം? കാസർഗോഡ് ജില്ലയിലെ ഒരു പള്ളിയിൽ ഇമാമാണ് റിയാസ് മൗലവി. വെറുതെ കിടന്നുറങ്ങുകയാണ്, വെറുതെ പള്ളിയിൽ നമസ്കരിച്ച് കിടന്നുറങ്ങുകയാണ്. സംഘപരിവാർ പ്രവൃത്തികൾ മദ്യപിക്കുന്നു, ചാരായമടിക്കുന്നു. നേരത്തെ തന്നെ വർഗീയതയുടെ ലഹരി, സംഘപരിവാർ പ്രവർത്തകർ ഓൾറെഡി തന്നെ വർഗീയത എന്ന ലഹരി അടിച്ചവരാ. ആ ലഹരിയുടെ കൂടിയ ചാരായം എന്ന അഡീഷണൽ ലഹരി, 2 ലഹരി, വർഗീയതയുടെ ലഹരി ഓൾറെഡി മനസ്സിലുണ്ട്, കൂട്ടത്തിൽ ചാരായത്തിന്റെ ലഹരിയും. ഇങ്ങനെ 2 ലഹരിയും ഒരുമിച്ച് ചേർന്ന് വെറുതെ പള്ളിയിൽ കിടക്കുന്ന ഒരു ഉസ്താദിനെ കൊണ്ടുപോയി വെട്ടിക്കൊല്ലുകയാണ്. എന്തിനു വേണ്ടി? ആയിക്കോട്ടെ, ഈ ക്രൂരമായ കൊലപാതകം നടന്നു. പോലീസ് എന്താ ചെയ്തത്? എന്താ FIR തയ്യാറാക്കിയത്? ഇപ്പോൾ ആ കൊലപാതക കേസിന്റെ അവസ്ഥ എന്താണ്? ആ കൊലപാതക കേസുകളുടെ പ്രശ്നം എന്താണ്? അവർക്കത് കൃത്യമായ വകുപ്പ് ചുമത്താൻ കഴിയുന്നില്ല.
കൃത്യമായി കലാപശ്രമം എന്നർത്ഥത്തിൽ FIR തയ്യാറാക്കാൻ സാധിക്കുന്നില്ല. അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനോ അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ ഇവിടുത്തെ ഗവൺമെന്റ് സാധിക്കുന്നില്ല, പോലീസ് സംവിധാനത്തിന് സാധിക്കുന്നില്ല. ഞാൻ പറയുന്നത് അവിടം തൊട്ട് കാസർഗോഡ് റിയാസ് മൗലവി വധം തൊട്ട് ഇങ്ങോട്ട് എടുത്തു നിങ്ങൾ. ഓരോ കേസുകളും UAPA എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. ആ UAPA എന്ന് പറയുന്ന ആ തീവ്രവാദ ഭീകരവാദ തടയൽ പ്രഖ്യാപന നിയമം, അത് വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്തത്? അത് ആർക്കാണ് ചുമത്തിയിട്ടുള്ളത്? ഈ കേരളത്തിൽ UAPA ചുമത്തിയത് ആർക്കെതിരാണ്? എത്ര UAPA രേഖകളുണ്ട്? അതിൽ എത്ര ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? എത്ര ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? ഇതെന്താ UAPA മുസ്ലിങ്ങൾക്ക് സംവരണം ചെയ്യപ്പെട്ടതാണോ? മുസ്ലിം സമുദായത്തിന് സംവരണം ചെയ്യപ്പെട്ടതാണോ? ഞാൻ പറഞ്ഞ ക്രിമിനൽ തെറ്റ് കുറ്റവാളികൾ ആര് ചെയ്താലും ഏത് തെറ്റ് ചെയ്താലും ചെയ്ത തെറ്റിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കണമെന്ന് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അഭിപ്രായം. അല്ലാതെ സമുദായം നോക്കിയിട്ട് കുറ്റം ചെയ്യണം എന്ന് അത് ശിക്ഷ വിധിക്കുന്ന അഭിപ്രായം നമുക്കില്ല. പക്ഷേ ഞാൻ പറയുന്നത് UAPA എന്ന് പറയുന്ന വകുപ്പ് അത് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ബാധകല്ലേ? അത് ഈ രാജ്യത്തെ കുറ്റവാളികളെ സംഘപരിവാറിന്റെ ബാധകല്ലേ? എന്തുകൊണ്ടാ റിയാസ് മൗലവിയുടെ വധക്കേസ് പ്രതികളായ ആളുകൾ UAPA ചുമത്താത്തത്? ഈ മലപ്പുറം ജില്ലയിൽ ഫൈസൽ, കൊടിഞ്ഞി ഫൈസൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം വേറെ തെറ്റും ചെയ്തിട്ടില്ല. ആ ഇസ്ലാം സ്വീകരിച്ചു എന്നൊറ്റ കാരണത്തിൽ അദ്ദേഹത്തെ കൊന്നുകളയുന്നു. നേരത്തെ യാസർ എന്ന പേരിൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയെ ഈ ടീം, ഈ കൊലപാതകൾ തന്നെ അതിനു മുമ്പ് കൊല്ലുന്നു. ഈ കൊലപാതകൾ എവിടെ പോയി? ഈ കൊലപാതകം ശിക്ഷ കൊടുത്തത്? ഞാൻ പറയുന്നത് ഇതുപോലെ ഓരോന്ന് എണ്ണി എണ്ണി പറയുക, ഒരുപാട് കേസുകൾ എണ്ണി പറയാനുണ്ട്. കൊടകരയിൽ ഇപ്പൊ ഏറ്റവും സാർ കൊടയിൽ 400 കോടി രൂപയുടെ ഹവാലപ്പണം പിടിച്ചു. കെ സുരേന്ദ്രന്റെ കയ്യിൽ നിന്ന്, BJPയുടെ കയ്യിൽ നിന്ന് 400 കോടി ഹവാലപ്പണം പിടിച്ചു. ഈ ഹവാലയുമായി ബന്ധപ്പെട്ട് എന്തായി? ആ കേസിന് വല്ല തുമ്പുണ്ടോ? വല്ല കേസ് ഫയൽ ചെയ്തോ? ആ കേസ് മുന്നോട്ട് പോയോ? എന്തുകൊണ്ട് മുന്നോട്ട് പോയില്ല? കൊടുങ്ങല്ലൂര് റിസർവ് ബാങ്കിന്റെ ഗവർണറുടെ ഒരു BJPക്കാരൻ 2000 നോട്ടടിച്ചു, പിടിച്ചു, ജയിലിലിട്ടു. ജയിലിൽ തന്നെ സുഖവാസം ചെയ്ത് തടിച്ചു കൊഴുത്ത് പുറത്തു വന്നു. വീണ്ടും 2000 നോട്ടടിക്കാൻ തുടങ്ങി, കള്ളനോട്ടടിക്കാൻ തുടങ്ങി. അങ്ങനെ കൊടുങ്ങല്ലൂര് കള്ളനോട്ടടിക്കുന്ന RSSകാരനായ ഒരു റിസർവ് ബാങ്കിന്റെ ഗവർണർ ഉണ്ട്. നോട്ടടിച്ചു. ഇതൊന്നും പ്രിയമുള്ളവരെ, ഇവർക്കൊന്നും കൃത്യമായി ശിക്ഷ കൊടുക്കാൻ, ഇവർക്കൊന്നും ഇത്തരത്തിൽ അവർ അർഹിക്കുന്ന വിധത്തിൽ FIR ഇടാൻ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? അലൻതാഹ എന്ന പേരിൽ ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാർ കൂടിയാണ് അവര്. ആ 2 ചെറുപ്പക്കാരെ കൊണ്ടുപോയി UAPA ചുമത്തി. എന്തിനാ ചുമത്തിയത്? എന്നിട്ട് സംഘപരിവാറിന്റെ പോലീസിനെ കൊണ്ട് വിട്ടുകൊടുത്തു. എന്നിട്ട് പറയാ അവർ മാവോയിസ്റ്റ് ചിന്താഗതിക്കാരായിരുന്നു, മാവോയിസത്തിന് പുസ്തകങ്ങൾ വായിച്ചു. പുസ്തകങ്ങൾ വായിക്കലാണോ ഇപ്പോൾ UAPA ചുമത്താനുള്ള കാരണം? പുസ്തകങ്ങൾ വായിക്കലാണ് UAPA ചുമത്താനുള്ള കാരണം? നമ്മൾ ഈ പറഞ്ഞ കാരണങ്ങളല്ല ഞാൻ പറയുന്നത്. UAPA എന്ന് പറയുന്നത് മഹേദരി, ഇപ്പൊ കളമശ്ശേരി ബസ് കത്തിക്കൽ, കളമശ്ശേരി 2 സംഭവമുണ്ട്. കളമശ്ശേരി ബസ് കത്തിക്കൽ മഹാമഹം, കളമശ്ശേരി ബസ് കത്തിക്കൽ മഹാമഹം. അബ്ദുൽ നാസർ മഹദിനെ അന്യായമായി അറസ്റ്റ് ചെയ്തു എന്നതിന്റെ പേരിൽ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് PDPക്കാരായ ഏതാനും ചെറുപ്പക്കാര് തമിഴ്നാടിന് ബസ് കത്തിച്ചു. ബസ് കത്തിച്ചു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ബസ്സിൽ എല്ലാവരും ഇറക്കി, ബസ്സിൽ നിന്നുള്ള യാത്രക്കാരെല്ലാം ഇറക്കിയിട്ട് ആ ബസ് കാലിയ ബസ്സാണ് കത്തിച്ചത്. അതിനെ ന്യായീകരിക്കുന്നവരിൽ നമ്മൾ ശിക്ഷിക്കണം. അങ്ങനെ പൊതുമുതൽ കത്തിക്കാനോ പൊതുമുതൽ നശിപ്പിക്കാനോ പാടില്ല എന്ന അഭിപ്രായമാണ് ജമാഅത്ത് ഇസ്ലാമിക്കുള്ളത്. പക്ഷെ നിങ്ങൾ അറിയണം, ഇവിടുത്തെ CPM-ഉം DYFI-യും BJP-യും RSS-ഉം ഒക്കെ ഇവിടെ നടക്കുന്ന സമരങ്ങളിൽ ഇത്തരം ബസ്സുകളിലുള്ള പോലീസ് വണ്ടി അടക്കം കത്തിച്ചിട്ട് അതിനകത്ത് കിടക്കുന്ന ആൾക്കാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. എത്രയോ സർക്കാർ സ്ഥാപനങ്ങൾ തകർത്തിട്ടുണ്ട്, എത്രയോ സർക്കാർ ബസ്സുകൾ കത്തിച്ചിട്ടുണ്ട്, എത്രയോ പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കതിലൊന്നും ഇല്ലാത്ത വകുപ്പാണ് യഥാർത്ഥത്തിൽ ആ വകുപ്പ്. എന്നിട്ട് അതിന്റെ പേരിൽ തടീന്റെ വിട നസീറിനെ പിടിക്കുന്നു. ആ തടീന്റെ വിട നസീറിന് ഫോൺ ചെയ്തോ ഇല്ലോ എന്ന പേരിൽ സാക്ഷാൽ സൂഫിയ മഹദിനെ വേട്ടയാടുന്നു. അങ്ങനെ മഹദിനി, സൂഫിയ മഹദിനി ഇങ്ങനെ ഇപ്പൊ തന്നെ മഹദിനെ കൊണ്ടുവന്നിട്ടു. എന്ത് മഹദിനി ചെയ്ത തെറ്റ് എന്തെങ്കിലും തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നത് ആ അർത്ഥത്തിൽ കളമശ്ശേരി ബസ് കത്തിക്കൽ എന്ന് പറയുന്നത് ഒരു ഈച്ച പോലും ചത്തിട്ടില്ല, ഒരു ഈച്ച പോലും ചത്തിട്ടില്ല. അതിനൊരു ഗുരുതര ഇന്നും ആ ബസ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. കളമശ്ശേരി ബസ് ഇന്നും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ അടുത്ത കാലഘട്ടത്തിൽ കളമശ്ശേരി കൺവെൻഷൻ സെന്റർ ബോംബ് വെച്ചു. ആ ബോംബ് വെച്ച പ്രതി ആരായിരുന്നു? ഉടൻ തന്നെ വന്നു, അത് ഹമാസ്, അത് മുസ്ലിങ്ങൾ.
അത് മുസ്ലിം തീവ്രവാദികൾ, ഹമാസിനെ അനുകൂലിക്കുന്നവർ. അങ്ങനെ പെരുമ്പാവൂരിൽ നിന്ന്, ആലുവയിൽ നിന്ന് മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാർ അറസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ADGP പാഞ്ഞെത്തുന്നു, പത്രസമ്മേളനം നടത്തുന്നു. നമ്മുടെ ചാനൽ പപ്പരാസികൾ വലിയ ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസാനം ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ സാക്ഷാൽ ഡൊമിനിക് മാർട്ടിൻ ഡൊമൻ എന്ന് പറയുന്ന ഒരു ക്രിസംഗി അയാളെ പറഞ്ഞു, ഞാനാ ബോംബ് വെച്ചത്. കേരളം കണ്ട ഏറ്റവും വലിയ ബോംബ് സ്ഫോടനമാണിത്. കേരളം കണ്ട ഏറ്റവും വലിയ ബോംബ് സ്ഫോടനമാണ് ഈ ഡൊമിനിക് ചെയ്തത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇപ്പോഴാ അദ്ദേഹത്തിന് ഒരു UAPA ഇല്ല, അയാൾക്കത് UAPA ഇല്ല. കേരളം കണ്ട ഏറ്റവും വലിയ കലാപശ്രമം എന്തിനാണ് നടത്തിയത്? എന്നിട്ട് അയാൾ പറഞ്ഞെന്താണെന്നറിയോ? ക്രിസംഗികളുടെ ഭാഷയിൽ എന്താ പറയാ, ഈ സുവിശേഷക്കാര് യഹോവ സാക്ഷികൾക്ക് രാജ്യസ്നേഹം പോരത്രേ, ദേശസ്നേഹം പോരാ. അതുകൊണ്ട് യഹോവ സാക്ഷികളുടെ ദേശസ്നേഹത്തിന്റെ കുറവ് കൊണ്ട്, രാജ്യസ്നേഹത്തിന്റെ കുറവുകൊണ്ട് ഞാൻ ബോംബ് വെച്ചു. അങ്ങനെ 8ഓളം മനുഷ്യരെ കൊന്നു. ഈ രാജ്യത്തിന്റെ പിന്നാലെ പോകാനോ ഇവരിന്ന് കൃത്യമായി ഇവർക്ക് UAPA ചുമത്താനോ അതല്ലെങ്കിൽ ഇതുപോലുള്ള വകുപ്പ് ചുമത്താനോ ഈ രാജ്യത്തെ ഭരണകൂടങ്ങൾക്കോ അധികാരികൾ കഴിയുന്നില്ല. ഞാൻ പറയുന്നത്, ഇതുപോലെ എണ്ണി പറഞ്ഞാൽ ഒരുപാട് കേസുകൾ പറയാനുണ്ട്. നമുക്ക് ഒരുപാട് കേസുകൾ പറയാനുണ്ട്. മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള കേസുകളിൽ നിരപരാധികളെ പലപ്പോഴും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. പാനായിക്കുളം കേസ് നിങ്ങൾക്കറിയാം, പാനായിക്കുളം കേസ്, കോലാഹലമേട കേസ്. ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം ഈ കേരളത്തിന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇടതുപക്ഷം സംഘപരിവാറിന് അനുകൂലമായി മുസ്ലിം വിരുദ്ധമായ നടപടികൾ എടുത്തുന്നു എന്ന കാര്യം ഞങ്ങൾ ഉറക്കെ പറഞ്ഞു, ഞങ്ങൾ ശക്തമായി പറഞ്ഞു. അത് തിരുത്തുവാൻ നമ്മുടെ രാജ്യത്തെ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത്തരം വിഷയങ്ങൾ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയെ വേട്ടയാടാൻ, ഇത്തരം കാര്യം തുറന്നു പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയെ ഭീകരവൽക്കരിക്കാനും പൈശാചികവൽക്കരിക്കുവാനുമാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഈ CPM ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ DGP-മാരെ കൊണ്ടുവരുന്ന ആളുകൾ ആരാണ്? ഇപ്പോൾ DGP സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന ഏമാന്റെ യോഗ്യത എന്താണ്? നേരത്തെ വന്ന സാക്ഷാൽ ബെഹ്റ എന്ന് പറയുന്ന വ്യക്തി എവിടുന്ന് വന്നതാണ്? അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? ഗുജറാത്തിൽ നിന്ന് വന്നതാണ്. സൊഹ്റാബുദ്ദീൻ ഷെയ്ഖിന്റെ ഫേക്ക് എൻകൗണ്ടറിന്റെ പ്രതികളായി നിന്നവരാണ്. അമിത്ഷായുടെ വലങ്കയും എടങ്കയുമായി ഗുജറാത്തിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് കേരളത്തിന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് DGP-യെ കൊണ്ടുവരുന്നത്. അദ്ദേഹം ഇവിടെ വന്നിട്ട് ചെയ്ത അജണ്ടകൾ എന്താണ് നമുക്കറിയില്ലേ? സാക്ഷാൽ പിണറായി വിജയന്റെ ആദ്യത്തെ ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പ് അഡ്വൈസറായിട്ട് കൊണ്ടുവന്നത് ആരെയാണ്? രമൺ ശ്രീവാസ്തവയുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ്? പാലക്കാട് സിറാജുന്നീസയുമായി ബന്ധപ്പെട്ട കൊലപാതകത്തിൽ, വധശ്രമത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ വൈറസിലൂടെ ലോകം കേട്ട ഐ വാണ്ട് മുസ്ലിം ഡെഡ് ബോഡീസ് എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്ന അദ്ദേഹത്തെ വർഗീയമായ മനസ്സ് ഈ കേരളം കണ്ട അദ്ദേഹമാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അഡ്വൈസർ. ഇങ്ങനെ രമൺ ശ്രീവാസ്തവ വരുന്നു, ലോകനാഥ് ബെഹ്റ വരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ADGP അജിത് കുമാർ, അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പൂരം കലക്കി. ആരാ പൂരം കലക്കിയത്? തൃശൂർ പൂരം കലക്കിയത് ആരാണ്? CPI-യുടെ അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം പോലും പറഞ്ഞില്ലേ, തൃശൂരിലെ മേയർ ആരാണ്? തൃശൂരിലെ മേയർ ശുദ്ധ സംഘപരിവാറിയാണ്, ക്രിസംഗിയാണ്. അദ്ദേഹം സംഘപരിവാറിനോട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പൂരം കലക്കി, കേരളം കലക്കി. ഞാൻ പറയുന്നത്, സംഘപരിവാറിന് കേരളം കലക്കാൻ കേരളത്തിലെ പെരിയാറും കേരളത്തിലെ മലമ്പുഴയും ഇവിടുത്തെ വേമ്പനാട്ടുകായലും അഷ്ടമുടിക്കായലും ഈ നാടിന്റെ ആകാശവും ഭൂമിയും കടലും പുഴയും ഒക്കെ വർഗീയത കൊണ്ട് കലക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ആരാണ്? അദ്ദേഹം സംഘപരിവാറിന്റെ RSS-ന്റെ ഏറ്റവും വലിയ നേതാക്കന്മാര്, പൊളിറ്റിക്കൽ എഞ്ചിനീയർമാരുമായി റാം മാധവുമായി ചർച്ച ചെയ്യുന്നു. ഇവിടുത്തെ കേരളത്തിലെ DGP RSS-ന്റെ റാം മാധവുമായി ചർച്ച ചെയ്യുന്നു. ദത്താത്ര ഹൊസപ്പള്ളിയുമായി ചർച്ച ചെയ്യുന്നു. എന്തവർ ചർച്ച ചെയ്യുന്നത്? ഈ രാജ്യത്തിന്റെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലുള്ള വയനാട് ദുരന്ത ഭൂമിയിൽ പുനരധിവാസം നടക്കുന്ന മണ്ണിൽ വന്ന് ആ രാജ്യത്തെ ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ വന്നിട്ട് അവരുടെ ഭക്ഷണ പരിപാടി നിർത്തിവെപ്പിക്കുകയാണ്. ആരാ നിർത്തിവെപ്പിക്കുന്നത്? ഈ ADGP-യുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം അവിടെ സാക്ഷാൽ സംഘപരിവാറിന്റെ ഏറ്റവും വലിയ നേതാവ് വത്സൻ തില്ലങ്കേരിയുമായി സംസാരിക്കണം, മണിക്കൂർ സംസാരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ശബരിമല പ്രശ്നം നടക്കുമ്പോൾ വത്സൻ തില്ലങ്കേരി മൈക്ക് കൊടുക്കുക. വത്സൻ തില്ലങ്കേരിയെ മൈക്ക് പ്രസംഗിക്കുന്നത് ലവ് ജിഹാദ് എന്ന പച്ചക്കള്ളം, പച്ച നുണ
ഈ സംവിധാനത്തെ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഞാൻ പറയുന്നത് ഇതുപോലെ ഒരു അസംഖ്യം വിഷയങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം ഇത്തരം വിഷയങ്ങളിലെല്ലാം തന്നെ ഇടതുപക്ഷത്തു നിന്ന് കിട്ടേണ്ട ഒരു ഇടതുപക്ഷ സമീപനമല്ല കേരളം കണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ DGP-യോ ആഭ്യന്തര വകുപ്പോ പോലീസ് സംവിധാനവുമല്ല കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യവും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ രണ്ടാമത് പിണറായി സർക്കാർ, പിണറായി വിജയൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒന്നുകിൽ അത് ലാവ്ലിൻ കേസിനെ ഭയപ്പെടുന്നുണ്ടാകാം, ED-യെ പേടിക്കുന്നുണ്ടാകും, CBI-യെ പേടിക്കുന്നുണ്ടാകും, കേരളത്തിലെ കേന്ദ്ര ഗവൺമെന്റിനെ പേടിക്കുന്നുണ്ടാകും. അദ്ദേഹത്തിന്റെ ലാവ്ലിൻ കേസിൽ പെട്ടുപോകുമോ എന്ന പേടിൽ പിണറായി വിജയൻ ഏതെങ്കിലും അർത്ഥത്തിൽ കേസിൽ കുടുങ്ങുമോ എന്ന പേടി അതാണോ? അതല്ല മരുമകന്റെ ഏതെങ്കിലും കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ? ഞങ്ങൾക്കത് അറിയേണ്ടതില്ല, കേരളത്തിന് അത് അറിയേണ്ടതില്ല. തീർച്ചയായിട്ടും സംഘവിരുദ്ധത എന്നത്, സംഘപരിവാരത നിലകൊള്ളുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കേസല്ല, വലിയ സാഹസികതയാണ്. ആ സാഹസികതയിൽ ഇടതുപക്ഷത്തിന് പരാജയം നേരിട്ടിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി. അത് പറഞ്ഞതിന്റെ പേരിൽ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് CPM. ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദികളാണ്, ജമാഅത്ത് ഇസ്ലാമി ഭീകരവാദികളാണ്. പണ്ടൊക്കെ ജമാഅത്ത് ഇസ്ലാമി മതമൗലികവാദികൾ, ഇപ്പൊ കൂടിക്കൂടി മതരാഷ്ട്രവാദികൾ എന്നായി, ഇപ്പൊ മത തീവ്രവാദികൾ എന്നായി, ഇപ്പൊ മതഭീകരവാദികൾ എന്നായി. ഓരോ ദിവസവും ജമാഅത്ത് ഇസ്ലാമിക്ക് ഡോസ് കൂട്ടി പരമാവധി ജമാഅത്ത് ഇസ്ലാമിയെ ഭീകരവൽക്കരിച്ച് പൈശാചികവൽക്കരിച്ച് ചാനലുകളിലൂടെ മാധ്യമങ്ങളിലൂടെ കാണിച്ചു പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ CPM-ന്റെ ലോക്കൽ സമ്മേളനം, ഏരിയ സമ്മേളനം, ജില്ലാ സമ്മേളനം കഴിഞ്ഞു. ജില്ലാ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങൾക്കും ഏറ്റവും വലിയ ചർച്ച ജമാഅത്ത് ഇസ്ലാമിയാണ്. ജമാഅത്ത് ഇസ്ലാം അഭിമാനപൂർവ്വം പറയട്ടെ, ഞങ്ങൾ കഴിഞ്ഞ 75 വർഷമായി ഈ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാന ജമാഅത്ത് ഇസ്ലാമി. ഞങ്ങൾ പറഞ്ഞ ഈ രാജ്യത്ത് ഏതെങ്കിലും തീവ്രവാദ കേസിൽ, ഏതൊരു ഭീകരവാദ കേസിൽ, ഏതൊരു കലാപത്തിൽ, ഏതൊരു കൊലപാതകത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ കാണാൻ കഴിയുമോ? ഒരു മനുഷ്യന്റെ കൊലപാതകത്തിൽ, ഒരു മനുഷ്യന്റെ രക്തത്തുള്ളിൽ, ഈ രാജ്യത്തെ ഏതെങ്കിലും കലാപത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകരെ കാണിക്കാൻ കഴിയുമോ? ഇപ്പൊ നിങ്ങളുടെ കണ്ണൂർ ജില്ലക്കാരനായ സഖാവ് P. ജയരാജൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. രാഷ്ട്രീയ ഇസ്ലാം, ഇസ്ലാമിക തീവ്രവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞുകൊണ്ട് സഖാവ് P. ജയരാജൻ രാഷ്ട്രീയ തീവ്രവാദ ഭീകരവാദത്തിന്റെ ചാപ്പ ജമാഅത്ത് ഇസ്ലാമിന് നെഞ്ചത്തു കുത്തിയിട്ടുണ്ട്. സാക്ഷാൽ P. ജയരാജന്റെ കേസ്, ആ P. ജയരാജൻ ചെയ്തു വെച്ച ക്രിമിനൽ കേസ് ഒരു തുലാസിലും, ജമാഅത്ത് ഇസ്ലാമിന്റെ മുഴുവൻ പ്രവർത്തകർ ക്രിമിനൽ കേസ് മറ്റേ തുലാസിലും വെച്ചാൽ ജയരാജ സഖാവിന്റെ തുലാസാണ് താഴുക. എന്നാൽ P. ജയരാജനുള്ള കേസ് പോലും ജമാഅത്ത് ഇസ്ലാമിക്കില്ല. കേരളത്തിന്റെ അറ്റം മുതൽ കാസർഗോഡ് ജില്ല മുതൽ സാക്ഷാൽ തിരുവനന്തപുരം പാറശാല വരെ സകല പോലീസ് സ്റ്റേഷൻ എന്നിട്ട് ചോദിച്ചു നോക്ക്, ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകർ നടത്തിയ കലാപങ്ങൾ, കൊലപാതകങ്ങൾ, സംഘർഷങ്ങൾ, സംഘട്ടനങ്ങൾ, ഏതെങ്കിലും ക്രിമിനൽ പെറ്റി കേസ് ഈ രാജ്യത്തെ കേരളത്തെ ഏറ്റവും സമാധാനപരമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന് അവാർഡ് കൊടുക്കും നിങ്ങൾ, ജമാഅത്ത് ഇസ്ലാമി കിട്ടും. കേരളത്തെ ഏറ്റവും സമാധാനത്തിൽ പ്രവർത്തിക്കുന്ന, കേരളത്തെ ഏറ്റവും സൗഹാർദ്ദത്തോടെ പ്രവർത്തിക്കുന്ന, കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രവർത്തന, ഏറ്റവും നല്ല മനുഷ്യാവകാശ പ്രസ്ഥാനം കേരളത്തിൽ ആരാണെന്നറിയോ? കേരളത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി പ്രസ്ഥാനം ആരാണെന്നറിയോ? കേരളത്തിലെ ഏറ്റവും വലിയ വളണ്ടിയർ പ്രസ്ഥാനം ആരാണെന്നറിയോ നിങ്ങൾക്ക്? കേരളത്തിലെ ഭൂകമ്പം നടക്കുമ്പോൾ, ഉരുൾപൊട്ടൽ നടക്കുമ്പോൾ, വയനാട് ഒരു ഉരുൾപൊട്ടി, മനുഷ്യർ ഒരുപാട് മരണപ്പെട്ടു, ഒരുപാട് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പറ്റി. തിരിഞ്ഞു നോക്കാത്ത ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്നിട്ട് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഭിനേതാവ് ഷാരൂഖ് ഖാനേക്കാളും ആമിർ ഖാനേക്കാളും സൽമാൻ ഖാനേക്കാളും വലിയൊരു അഭിനേതാവാണ് ഈ നാടിന്റെ പ്രധാനമന്ത്രി. അദ്ദേഹം വിമാനത്തിൽ വന്നിറങ്ങി ഏതോ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മം വെച്ചു, ഫോട്ടോ എടുത്തു. അത് വെച്ചിട്ട് പോസ്റ്റ് ചെയ്തതിനപ്പുറം വയനാടിന്റെ ദുരന്ത ഭൂമിയിലേക്ക് തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാത്ത ഒരു മനുഷ്യപ്പറ്റുമില്ലാത്ത പ്രധാനമന്ത്രിയാണ് ഈ രാജ്യ സംഘപരിവാദ ശക്തികൾ. അവർക്കത് പ്രശ്നമല്ല. ആ രാജ്യത്തെ വയനാട് തിരിഞ്ഞു നോക്കാത്ത സംഘപരിവാർ, പ്രിയമുള്ള വയനാടിന്റെ മണ്ണിൽ ഏറ്റവും കൂടുതൽ വളണ്ടിയേഴ്സ് പ്രവർത്തനം നടത്തിയ പ്രസ്ഥാനം ആരുടേതെന്നറിയോ നിങ്ങൾക്ക്? ഇപ്പോൾ 20 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ജമാഅത്ത് ഇസ്ലാമി, 20 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് വയനാടിന്റെ മണ്ണിൽ ജമാഅത്ത് ഇസ്ലാമി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വയനാടിന്റെ മണ്ണ് നേരത്തെ കാഞ്ഞിരപ്പള്ളിയിലും ഈ രാറ്റുപെട്ടിലും മുണ്ടക്കയത്തും ഇതുപോലുള്ള ഉരുൾപൊട്ടലുണ്ടായി. അതേപോലെ ഇടുക്കി ജില്ല പെട്ടിമടിയിൽ ഉരുൾപൊട്ടലുണ്ടായി. കേരളത്തിന്റെ മണ്ണിൽ സുനാമിയുടെ പശ്ചാത്തലത്തിൽ, അതുപോലെ തന്നെ കൊറോണയുടെ പശ്ചാത്തലത്തിൽ, പ്രിയമുള്ളവരെ, ആരും ഏറ്റെടുക്കാത്ത ജഡങ്ങൾ ആദ്യമായി കൊറോണയുടെ ഇരകളായി മരിച്ചു വീണ മനുഷ്യന്റെ ജഡം ആദ്യമായി ഏറ്റെടുത്ത പ്രസ്ഥാനം IRW ആണ്.
IAW പ്രവർത്തകനാണ്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ സ്നേഹമുള്ള പ്രസ്ഥാനം, കേരളത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി ചെയ്യുന്ന പ്രസ്ഥാനം, കേരളത്തിലെ ഏറ്റവും വലിയ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനങ്ങൾ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം, കേരളത്തിലെ ഏറ്റവും സമാധാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം, അതാണ് ജമാഅത്ത് ഇസ്ലാമി. അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും സമാധാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഒരു അവാർഡ് നൽകുമെങ്കിൽ അത് ജമാഅത്ത് ഇസ്ലാമി കിട്ടും. പ്രിയമുള്ള സഹോദരന്മാരെ, എന്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു? അതിന് കാരണം വേറൊന്നുമല്ല, ജമാഅത്ത് ഇസ്ലാമി, അതിന്റെ മാധ്യമങ്ങൾ, ജമാഅത്ത് ഇസ്ലാമിന്റെ സാമൂഹിക സംവിധാനങ്ങൾ, അതിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങൾ, അതിന്റെ മാധ്യമ സംവിധാനങ്ങൾ കേരളീയ പൊതുമണ്ഡലത്തെ വിശ്വാസത്തിലുള്ളതാണ്. കേരളത്തെ ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും വിശ്വാസത്തിൽ പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും. അതാണ് പ്രശ്നം. ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ഇന്റലക്ച്വൽ ജിഹാദ് എന്ന് ഇവർ പറയാൻ വിളിക്കാറുള്ളത്. ശരിയാണ്, ഇന്റലക്ച്വൽ ജിഹാദ്. അത് പറയാൻ കാരണം എന്താ? മുസ്ലിം സമുദായത്തിൽ വായിക്കുന്ന വിദ്യാഭ്യാസമുള്ളവരാണ് ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകർ, സമാധാന ബോധമുള്ളവർ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകർ. സാക്ഷാൽ മഹാത്മാഗാന്ധി പറയും, നിങ്ങളുടെ ആരും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് പിണറായി വിജയന്റെയോ ഏതെങ്കിലും അർത്ഥത് MP ഗോവിന്ദ മാഷിന്റെയോ വിജയരാഘവന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഈ രാജ്യത്തെ ജമാഅത്ത് ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് എന്നത് ഒന്നാമത്തെ വ്യക്തി ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയാണ്. ഗാന്ധി പറയുന്നുണ്ട്, ഇത് സമാധാനം ആഗ്രഹിക്കുന്ന പാവങ്ങളുടെ പ്രസ്ഥാനമാണ്, സമാധാനം പ്രസംഗിക്കുന്ന സത്യസന്ധരായ മനുഷ്യരുടെ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ഈ രാജ്യത്തെ പൊതുമണ്ഡലത്തിൽ ആദ്യമായി വിളിച്ചു പറഞ്ഞത് സാക്ഷാൽ മഹാത്മാഗാന്ധിജിയാണ്. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകർ ജമാഅത്തെ ഇസ്ലാമിയെ സഹകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റിസ് താർകുണ്ടിയെ പോലുള്ള ആളുകൾ, ജസ്റ്റിസ് കൃഷ്ണയ്യരെ പോലുള്ള ആളുകൾ. ഈ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തെ ആലോചിച്ച് നോക്ക്. ഡോക്ടർ സുകുമാർ അഴീക്കോടിനെ പോലുള്ള, ഡോക്ടർ ONV കുറുപ്പിനെ പോലുള്ള, MN വിജയൻ മാഷെ പോലുള്ള, C രാധാകൃഷ്ണനെ പോലുള്ള, MP വീരേന്ദ്രകുമാറിനെ പോലുള്ള കേരളത്തിലെ മുഴുവൻ സാംസ്കാരിക നായകന്മാരും ബുദ്ധിജീവികളും ജമാഅത്ത് ഇസ്ലാമി സഹകരിച്ചു കൊണ്ടിരിക്കുന്നവരാ. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി ഭീകരവൽക്കരിച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഇപ്പോൾ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഇതൊക്കെ പറഞ്ഞു കേട്ടാൽ ആളുകൾ വിചാരിക്കും എന്തോ ഒരു ഭീകരമായ വാദം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചോളം മതരാഷ്ട്രവാദം എന്ന പ്രയോഗം, തിയോക്രസി എന്ന പ്രയോഗം, അത് ജമാഅത്ത് ഇസ്ലാമിയുടെ ബന്ധപ്പെട്ട പ്രയോഗം അല്ലത്. ജമാഅത്ത് ഇസ്ലാമി ബന്ധപ്പെട്ട പ്രയോഗമല്ല തിയോക്രസി എന്നത്. തിയോക്രസി എന്ന് പറയുന്നത് മധ്യകാല യൂറോപ്പിലെ ക്രൈസ്തവ ഭരണത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ ഉപയോഗിച്ച പ്രയോഗമാണ് തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. 9-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ യൂറോപ്യൻ രാജ്യങ്ങളെ ഭരിച്ചിരുന്ന പെപ്പൽ സ്റ്റേറ്റ് പുരോഹിതന്മാർ, അവർ തിയോക്രാറ്റിക് സ്റ്റേറ്റ് ഈസ് എ സ്റ്റേറ്റ് which ruled by clergies and priests deemed as the representatives of God. അഥവാ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ ഞങ്ങൾ ദൈവത്തിന് പ്രതിനിധികളാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ദൈവം പറയുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ദൈവിക പ്രതിപുരുഷന്മാരാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അന്നാക്കത്തോടാതെ വിഴുങ്ങണം, ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഭരിച്ചിരുന്ന ഭരണാധികാരികളുടെ പേരാണ് തിയോക്രാറ്റിക് സ്റ്റേറ്റ്. അത്തരം തിയോക്രാറ്റിക് സ്റ്റേറ്റിനെ കുറിച്ച് സാക്ഷാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് മൗലാന മൗദൂദി പറഞ്ഞത് പോലും അത് പൈശാചിക രാഷ്ട്രമെന്ന, തിയോക്രാറ്റിക് സ്റ്റേറ്റ് പൈശാചിക രാഷ്ട്രമെന്നാണ് മൗലാന മൗദൂദി പോലും പറഞ്ഞത്. ഞാൻ പറയുന്നത് അത്തരം ഒരു മതരാഷ്ട്രം ജമാഅത്ത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയം ഇസ്ലാമിക മൂല്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു സംശയവും വേണ്ട. ജമാഅത്ത് ഇസ്ലാമി കഴിഞ്ഞ 90-80 വർഷക്കാലം, 75-80 വർഷക്കാലം ഈ രാജ്യത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. 75-80 വർഷക്കാലത്തെ പ്രവർത്തനത്തെ ട്രാക്ക് റെക്കോർഡ് എടുത്തിട്ട് സംസാരിക്ക്. കഴിഞ്ഞ ദിവസത്തെ ചാനലുകളിൽ, റിപ്പോർട്ടർ ചാനല്, ന്യൂസ് 8 പോലെ ചാനലുകളൊക്കെ ജമാഅത്ത് ഇസ്ലാമി അമീറുമായിട്ട് ഒരു സംവാദം, അഭിമുഖം കൊടുത്തു. അഭിമുഖം വന്നതോടെ ചാനൽ പപ്പരാസികളും ഇസ്ലാമോഫോബുകളും പൊട്ടിപ്പോയി. കാരണം അവർ ചോദ്യങ്ങൾക്കും അവർ ചർച്ചകൾക്കും മുമ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ മറുപടി കേട്ട്, ജമാഅത്ത് ഇസ്ലാം വിശദീകരണം കേട്ടുകൊണ്ട് ഇവിടുത്തെ സാംസ്കാരിക ഈ ഇടതുപക്ഷ ബുദ്ധിജീവികൾ, ഇവിടുത്തെ മാധ്യമ പിമ്പുകളെല്ലാം തന്നെ നാണം കെട്ടുപോയി. അത്ര കൃത്യവും വ്യക്തവുമായ ഭാഷയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ആദർശങ്ങളും ജമാഅത്ത് ഇസ്ലാം പ്രവർത്തനങ്ങളും ഒക്കെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി വിശദീകരിച്ചതോടുകൂടി ഇവർ വല്ലാത്ത പ്രയാസത്തിലായി. ഇപ്പൊ ഓരോരുത്തരുടെ മുമ്പിൽ പോയിട്ട് മൈക്ക് കടിച്ചു കൊടുത്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദിയാണോ ഭീകരവാദിയാണോ എന്ന രീതിയിൽ അഭിപ്രായം ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇവിടുത്തെ മാധ്യമ വിശാരദന്മാർ. പ്രിയമുള്ളവരെ, ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അമീർ കഴിഞ്ഞ അഭിമുഖത്തിൽ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ 70-75 കൊല്ലമായി ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്.
ഈ 75 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തീവ്രവാദം, എന്തെങ്കിലും ഭീകരവാദം, ഏതെങ്കിലും രാജ്യദ്രോഹം, ഏതെങ്കിലും അർത്ഥത്തിൽ വിധ്വംസക പ്രവർത്തനത്തിന് ഒരു ചെറിയ തെളിവ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് സാധിക്കുമോ? വെല്ലുവിളിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ കേരളത്തിന്റെ മണ്ണിൽ, ഇവിടുത്തെ ഏത് നിയമ സംവിധാനങ്ങളുടെ മണ്ണിൽ 2 വട്ടം സുപ്രീം കോടതിയുടെ മുമ്പിൽ ജമാഅത്ത് ഇസ്ലാമി അന്യായമായി നിരോധിച്ചതിന്റെ പേരിൽ സുപ്രീം കോടതി പോലും ജമാഅത്ത് ഇസ്ലാമിക്ക് ക്ലീൻ ചിറ്റ് നൽകുകയാണ് ചെയ്തത്. ഒരർത്ഥത്തിലും ഒരു ക്രിമിനൽ കേസിലും പ്രതിയാക്കാൻ ജമാഅത്ത് ഇസ്ലാമി സാധിച്ചിട്ടില്ല. ഹിന്ദുത്വ രാഷ്ട്രീയം സംഘപരിവാർ പറയുന്നു, ഹിന്ദുത്വ രാഷ്ട്രീയം സംഘപരിവാർ പറയുന്നു, ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിന്റെ രാഷ്ട്രീയം പറയുന്നു. അതാണ് ഇവിടെ ഏറ്റവും വലിയ പാതകമായിട്ട് അവതരിപ്പിക്കുന്നത്. നിങ്ങൾ മതരാഷ്ട്രവാദികളാണ്, കാരണം നിങ്ങൾ ഇസ്ലാം എന്ന സിദ്ധാന്തത്തിന്റെ അടിത്തറയിൽ പ്രവർത്തിക്കുന്നു. സംഘപരിവാർ അവർ ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രത്യയശാസ്ത്രക്കാരും ആ പ്രത്യയശാസ്ത്ര ഭൂമികയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം പറയുന്നവരാണ്. ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്ന സംഘപരിവാർ ഒരു നൂറ്റാണ്ട് കാലം സംഘപരിവാർ ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞു. അതിന്റെ അനന്തരഫലം എന്താ? അതിന്റെ റിസൾട്ട് എന്താ? 10,000 കൊലപാതകങ്ങൾ, 10,000 കലാപങ്ങൾ, നാടൊട്ടാകെ ആളി കത്തിച്ചുകൊണ്ടിരിക്കുന്നു, വർഗീയത വെച്ച് വിളമ്പുന്നു. എത്രയോ കലാപങ്ങൾ, എത്രയോ കൊലപാതകങ്ങൾ, നാട്ടിൽ നിന്നാകെ സമാധാനം കളയുന്ന ഒരു ഭരണകൂടമായി. അതാണ് ഹിന്ദുത്വത്തിന്റെ സംഘപരിവാറിന്റെ രാഷ്ട്രീയം. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിന്റെ രാഷ്ട്രീയം കഴിഞ്ഞ 75 കൊല്ലമായി ഞങ്ങളും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട് ഇവിടെ, ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നുണ്ട് ഇവിടെ, ഞങ്ങളുടെ പ്രവർത്തകരും രാഷ്ട്രീയം ഇടപെടുന്നുണ്ട് ഇവിടെ. പക്ഷേ 75 കൊല്ലത്തിനിടയിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ എന്ത് തെറ്റാണ് കാണിച്ചത്, എന്ത് കുറ്റമാണ് കാണിച്ചു തരാനുള്ളത്? എവിടെയാണ് ഒരു പാതകം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ കാണിക്കാൻ പോലീസിന് സാധിക്കുന്നില്ലല്ലോ? ഈ രാജ്യത്തെ പോലീസ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ള പോലീസല്ലേ? ആഭ്യന്തര വകുപ്പ് നിങ്ങളുടെ കൈകളിലല്ലേ? ഈ രാജ്യ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സംഘപരിവാറിന്റെ കൈകളിലല്ലേ? ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഒരു രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെ പേരിൽ, ഒരു ദേശദ്രോഹ പ്രവർത്തനത്തിന്റെ പേരിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ചെറിയ കേസ് പോലും ജമാഅത്ത് ഇസ്ലാമിക്ക് ചാർത്തിയെടുക്കാൻ ഈ രാജ്യത്തെ ഭരണകൂടങ്ങൾക്ക് സാധിച്ചിട്ടില്ല. CPM-നോ അവരെ അനുയായികൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ജമാഅത്ത് ഇസ്ലാമിക്ക് ഉന്നയിക്കുന്ന ഇത്തരം ആരോപണങ്ങൾ അതിനൊന്നും യാതൊരു അടിത്തറയുമില്ല എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ അറിയേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തെ ബഹുസ്വര സമൂഹമായി ഏറ്റവും ഏറെ ഊഷ്മളമായ ബന്ധം നിലനിർത്തിയ പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹമായി, ഇവിടുത്തെ ഹൈന്ദവ സമൂഹമായി, മറ്റു ജനവിഭാഗങ്ങളുമായി ഓണത്തിന്റെ നാളുകളിൽ, ക്രിസ്തുമസ് നാളുകളിൽ, അതുപോലെ ന്യൂ ഇയർ നാളുകളിൽ, അതുപോലെ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഇവിടുത്തെ മറ്റു ജനവിഭാഗങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഏറ്റവും ഒരു സഹകരണ പ്രസ്ഥാനം, മറ്റുള്ളവരുമായി ചേർന്ന് നിൽക്കുന്ന സാഹോദര്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനം, ഏറ്റവും ഒരു സാഹോദര്യ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനം, ഏറ്റവും നല്ല മത സൗഹാർദ്ദ പ്രവർത്തനം നടത്തുന്ന പ്രസ്ഥാനം. ഞങ്ങളുടെ പള്ളികൾ ജുമാ സന്ദർഭങ്ങളിൽ വരെ ക്രൈസ്തവരായ സഹോദരന്മാരെയും ഹൈന്ദവരായ സഹോദരന്മാരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഓണത്തിന്റെ സന്ദർഭങ്ങളിൽ, ക്രിസ്മസ് സന്ദർഭങ്ങളിൽ, ബലിപെരുന്നാൾ സന്ദർഭങ്ങളിൽ, റമദാൻ സന്ദർഭങ്ങളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന, സൗഹാർദ്ദം പങ്കിടുന്ന അങ്ങനെ 10,000 സൗഹൃദ വേദികൾ രാജ്യത്തൊട്ടാകെ ഉണ്ടാക്കിയ പ്രസ്ഥാന ജമാഅത്ത് ഇസ്ലാമി. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും 1000 സൗഹൃദ വേദികളിലൂടെ എല്ലാ പ്രദേശങ്ങളിലും സമാധാന അന്തരീക്ഷം ഉണ്ടാകുവാനും ഒരു വർഗീയ കലാപം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി രാജ്യത്തൊട്ടാകെ മറ്റു ജനവിഭാഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് സൗഹൃദ വേദികൾ ഉണ്ടാക്കി അങ്ങനെ സമാധാനപരമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്. ആ ഞങ്ങൾ നോക്കിയിട്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തീവ്രവാദത്തിന്, ഭീകരവാദത്തിന് ചാപ്പകളുമായിട്ട് നടക്കുന്നത്. ഇപ്പോൾ സംഘപരിവാറിന്റെ ആടുകളിൽ പോയി അവരെ ഭൗതിക ശിക്ഷ അവരടുത്ത് പോയിട്ട് ദേശസ്നേഹത്തിന്റെ ചാപ്പ അവർ നൽകുന്നു. തീവ്രവാദത്തിന് ചാപ്പ CPM നൽകുന്നു, തീവ്രവാദത്തിന് ചാപ്പ CPM നൽകുന്നു, ദേശസ്നേഹത്തിന് ചാപ്പ സംഘപരിവാർ നൽകുന്നു. നിങ്ങളുടെ 2 ചാപ്പകൾക്ക്, നിങ്ങളുടെ 2 പേരുടെയും സീലിന്, ദേശസ്നേഹത്തിന്റെയും അതുപോലെ തന്നെ തീവ്രവാദത്തിനെയും ഒന്നും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ള പ്രസ്ഥാനമല്ല ജമാഅത്ത് ഇസ്ലാമി എന്ന് പ്രിയമുള്ള ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ എവിടെയും ഞങ്ങൾ ബാധകമായിട്ടില്ല. CPM-നെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് തീവ്രവാദവും ഭീകരവാദവും ആരോപിക്കുന്ന നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഞാൻ പറയേണ്ടതില്ല. കണ്ണൂർ ജില്ലയിലെ CPM-ന് ഭൂരിപക്ഷമുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ CPM-ഉം RSS-ഉം അവർക്ക് ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിൽ, പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റു പ്രസ്ഥാനങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നൽകാറില്ല.
മറ്റുള്ളവരുടെ ശബ്ദത്തെ സംഗീതം പോലെ ആസ്വദിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നല്ലാതെ മറ്റുള്ളവരുടെ പോസ്റ്ററോ മറ്റുള്ള പ്രവർത്തനമോ മറ്റുള്ള മത്സരിക്കാൻ പോലും അനുവാദം നൽകാത്ത ഫാസിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളാക്കി ഈ കണ്ണൂർ ജില്ലയെ പോലെ കൊണ്ടുനടക്കുന്നത് ആരാണ് പ്രിയമുള്ളവരെ? ജമാഅത്തെ ഇസ്ലാമിക്ക് ഭൂരിപക്ഷമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള ഒരുപാട് മഹല്ലുകളുണ്ട്. ചേന്നമംഗലൂരിനെ പോലെ, ശാന്തപുരം പോലെ ഒരുപാട് മഹല്ലുകൾ, ഒരുപാട് പ്രദേശങ്ങൾ ഈ പ്രദേശത്ത് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തലശ്ശേരിയിലോ അല്ലെങ്കിൽ പാനൂരിലോ അല്ലെങ്കിൽ കണ്ണൂരിലോ, അങ്ങനെ കണ്ണൂർ ജില്ല കാസർഗോഡിലോ ഈ പ്രദേശങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തനമുള്ള നാട്ടിച്ചു നോക്ക്. ആ പ്രദേശത്തെ വ്യത്യസ്ത ജനവിഭാഗം ചോദിച്ചു നോക്ക്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഈ നാടിനും സമൂഹത്തിനും ഉപദ്രവകരമായ ഏതെങ്കിലും പ്രവർത്തനം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം എടുത്തുന്നു ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. നിങ്ങൾ തേടി നോക്ക്. ഒരർത്ഥത്തിലുമുള്ള ആരോപണവും ജമാഅത്തെ ഇസ്ലാമിക്ക് തെളിയിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഞാൻ പറയുന്നത് ഈ നാട്ടിന്റെ എല്ലാ അർത്ഥത്തിലും സമാധാന അന്തരീക്ഷത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പിന്നെ എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വേട്ടയാടുന്നു ചോദിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി കാര്യങ്ങൾ അതിന്റെ മാധ്യമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, അതിന്റെ സാമൂഹിക മാധ്യമ ഹാൻഡിലുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതിന്റെ മാധ്യമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, അതിന്റെ രാഷ്ട്രീയ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ തുറന്നു പറയും. മുസ്ലിം സമുദായം ഏതർത്ഥത്തിൽ മുസ്ലിം സമുദായം ഇന്ന് വളരെ പ്രബുദ്ധമായ സമുദായമായി മാറിയിട്ടുണ്ട്. സ്വാഭാവികമായും അവർ ജമാഅത്തെ ഇസ്ലാമി ചൂണ്ടിക്കാണിക്കുന്ന സ്വഭാവത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏതെങ്കിലും അർത്ഥത്തിലുള്ള രാഷ്ട്രീയ സാമുദായിക പാർട്ടികൾ മതസംഘടനകളെ ചക്കളത്തിപ്പോര് കണ്ടുകൊണ്ട് അവരെ പിന്നാലെയാണ് മുസ്ലിം സമൂഹം ആരും വിചാരിക്കേണ്ടതില്ല. 2019 പാർലമെന്റ് ഇലക്ഷൻ മുതൽ ഇപ്പൊ 2027 പാർലമെന്റ് ഇലക്ഷൻ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഓറിയന്റേഷൻ, ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ഓറിയന്റേഷൻ സ്വീകരിച്ച ഈ നാട്ടിലെ പുതിയ സമൂഹം അവർ യഥാർത്ഥത്തിൽ ആ മേഖലയിൽ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് പോലെ ചിന്തിക്കുന്ന, ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് പോലെ രാഷ്ട്രീയ അഭിപ്രായ രൂപീകരണം നടത്തുന്ന ഒരു പുതുതലമുറ ഈ നാട്ടിൽ വളർന്നു വന്നിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് ഇടതുപക്ഷത്തിന്റെ പല അജണ്ടകൾ പൊളിയുകയാണ്. ഈ വടകര മണ്ഡലത്തിൽ നേരത്തെ പറഞ്ഞില്ലേ കാഫിർ സ്ക്രീൻഷോട്ട്, ആരാ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ? നിങ്ങൾ എന്താ വിചാരിച്ച മുസ്ലിം സമൂഹത്തെ കുറിച്ചും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ കുറിച്ചും? ഇവിടെ മത്സരിക്കുന്ന ശൈലജ ടീച്ചർ കാഫിറാണ്, ഷാഫി മുസ്ലിമാണ്, അതുകൊണ്ട് മുസ്ലിമായ ഷാഫിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം, കാഫറായ ശൈലജ ടീച്ചറെ തോൽപ്പിക്കണം എന്ന പേരിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കി മുസ്ലിം ലീഗ്, മുസ്ലിം സമുദായം എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനല്ലേ നിങ്ങൾ ശ്രമിച്ചത്? അങ്ങനെ ചെയ്യുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. ഈ വടകര മണ്ഡലത്തിൽ ഇതിനു മുമ്പും മുല്ലപ്പള്ളി രാമേന്ദ്രൻ മത്സരിച്ചിട്ടില്ലേ? കെ മുരളീധരൻ മത്സരിച്ചിട്ടില്ലേ? AP ഉണ്ണികൃഷ്ണൻ മത്സരിച്ചിട്ടില്ലേ? ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തത് നേരത്തെ പറഞ്ഞു മുല്ലപ്പള്ളി രാമേന്ദ്രൻ വോട്ട് ചെയ്തിട്ടില്ലേ? കെ മുരളീധരൻ വോട്ട് ചെയ്തിട്ടില്ലേ? AP ഉണ്ണികൃഷ്ണൻ വോട്ട് ചെയ്തിട്ടില്ലേ? അതൊക്കെ ഹിന്ദുക്കളായിരുന്നില്ലേ? അപ്പോഴൊന്നും ഇല്ലാത്ത തീവ്രവാദം ഷാഫി വന്നപ്പോൾ എങ്ങനെ ഉണ്ടായി? ഞാൻ പറഞ്ഞു മുസ്ലിം സമുദായത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവസാനം എന്തു സംഭവിച്ചു? ഇടതുപക്ഷത്തിന് വലിയ കോട്ടയായിരുന്ന വടകര മണ്ഡലത്തിൽ ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ഒരുപാട് പിന്നോട്ട് പോയി. നേരത്തെ മാഷാ അല്ലാഹ് സ്റ്റിക്കറിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. മാഷാ അല്ലാഹ് സ്റ്റിക്കറിന്റെ ചരിത്രം TP ചന്ദ്രശേഖരൻ എന്ന പേരിൽ തങ്ങളുടെ പാർട്ടി വിമർശിച്ചതിന്റെ പേരിൽ പിന്നാലെ പോയി 51 വെട്ടിൽ ആ മനുഷ്യനെ കൊന്നു. എന്നിട്ട് അദ്ദേഹം രക്തത്തിൽ മുക്കിയ ഒരു കലശത്തിൽ മാഷാ അല്ലാഹ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ചു. ആ ഇന്നോവ കാർ കൊണ്ടുപോയി ഒട്ടിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൊന്നത് മുസ്ലിങ്ങളാണ്, മുസ്ലിം ഗ്രൂപ്പുകളാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുവാൻ വേണ്ടി മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ചു. പ്രിയമുള്ളവർ, അതിന്റെ ഫലം എന്തായി? ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇടതുപക്ഷം ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ തന്നെ കോട്ടയിൽ നിങ്ങൾ തന്നെ അനാവശ്യമായ മുസ്ലിം വിരോധം, ഇസ്ലാമോഫോബി സൃഷ്ടിച്ചതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? ഇടതുപക്ഷത്തിൽ നിന്ന് മുസ്ലിം സമുദായം കൂട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിൽ നിന്നും മുസ്ലിം സമുദായം കൂട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മറുപക്ഷത്ത് ഹിന്ദു സമൂഹം പോലും യഥാർത്ഥ സംഘപരിവാറിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അനാവശ്യമായി ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നു, മുസ്ലിം ഭീതി സൃഷ്ടിക്കുന്നു, മുസ്ലിം സംഘടനകളെ കുറിച്ച് നിങ്ങൾ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നു. അത് കേട്ട് ഇവിടുത്തെ സാധാരണ ഹിന്ദുക്കൾ എങ്ങോട്ടാ പോകുന്നത്? അവർ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. ഈ തൃശ്ശൂർ ജില്ല പോലും, തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് അവിടുത്തെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിൽ ജയിച്ചിരിക്കുന്നത് CPM-ന്റെ MLA-മാരാ, CPI-യുടെ MLA-മാരാ. ഒരൊറ്റ കോൺഗ്രസിന് MLA ഇല്ലാത്ത ജില്ലയാണ് തൃശ്ശൂര്. കോൺഗ്രസ് ഒറ്റ MLA ഇല്ല, എല്ലാം CPI-ക്കും CPM-നുമാണ്. അവിടുത്തെ പഞ്ചായത്ത്, തൃശ്ശൂർ ജില്ലയിൽ പഞ്ചായത്തുകളിൽ 90% പഞ്ചായത്ത് ഭരിക്കുന്നതും ഇടതുപക്ഷം. അങ്ങനെയുള്ള മണ്ഡലത്തിൽ BJP എങ്ങനെ ജയിച്ചു? നിങ്ങളുടെ വോട്ടുകൾ എങ്ങോട്ടാ പോയത്?
ഇപ്പോൾ തന്നെ കേരളത്തിൽ ഏറ്റവും അവസാനം നടന്ന വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ 150-ലേറെ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി കോൺഗ്രസ് ഒന്നാം സ്ഥാനത്ത്, രണ്ടാം സ്ഥാനത്ത് BJP, മൂന്നാം സ്ഥാനത്തേക്കാണ് CPM പോയിക്കൊണ്ടിരിക്കുന്നത്. CPM മനസ്സിലാക്കുന്നില്ല ഇവിടുത്തെ വർഗീയ പാർട്ടികളെ നിയന്ത്രിക്കാൻ മുസ്ലിം സമുദായത്തിനെതിരെ ഒരുപാട് വർഗീയ ചാപ്പ ചുമത്തുന്നുണ്ട്. ഇവിടെ കാസ പ്രവർത്തകർ ഇവിടെ ക്രിസ്ത്യാനികളെ സംഘപരിവാറിന് വേണ്ടി കൂട്ടിക്കൊടുക്കാൻ PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും ഒക്കെ അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വിധത്തിലേക്ക് ഇവിടുത്തെ കാസിയെ പോലെ വർഗീയ പാർട്ടികൾ മാറുന്നുണ്ട്. വഖഫ് ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മുസ്ലിം സമുദായം വളരെ സഹിഷ്ണുതയോടെ വളരെ മാന്യമായ നിലപാടാണ് എടുത്തത്. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായം പറഞ്ഞു, ആ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കണം. ആരെയും കുടിയിറക്കരുത്. അവർ വാങ്ങിയ ഭൂമിയാണെങ്കിൽ ആ ഭൂമിക്ക് രേഖകൾ ഉണ്ടാക്കി കൊടുക്കാൻ ഗവൺമെന്റ് മുന്നിട്ടിറങ്ങണം. അവിടെ അതിന് അനധികൃതമായി കയ്യേറിയ റിസോർട്ട് മാഫിയകളെ കൈയൊഴിയണം. അഥവാ വളരെ മാന്യമായ നിലപാടാണ് വഖഫ് വിഷയത്തിൽ, മുനമ്പ് വിഷയത്തിൽ മുസ്ലിം സംഘടനകൾ തീരുമാനിച്ചത്. പക്ഷെ എന്നിട്ട് ക്രിസംഗികൾ എത്രയോ കാലം ആ മുനമ്പത്തിന്റെ മണ്ടിൽ കിടന്ന് വർഗീയമായി ഇളക്കി മറിച്ചു. കേരളത്തെ ക്രൈസ്തവ സമൂഹത്തിൽ സംഘപരിവാറിന് വേണ്ടിയിട്ട് ഇപ്പോൾ പോലും കേരളത്തിൽ പോലും അവസാനം കാസർഗോഡ് പോലും നിങ്ങൾ കണ്ടില്ലേ, പാലക്കാട് നിങ്ങൾ കണ്ടില്ലേ, VHPക്കാർ ഈ കേരളത്തിന് പുറത്ത് ഇന്ത്യ രാജ്യത്ത് ക്രൈസ്തവ സമൂഹത്തെ ക്രൂരമായി വേട്ടയാടുന്നത് ആരാണ്? 2014 മുതൽ 2024 വരെയുള്ള ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് കലാപങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിൽ. മണിപ്പൂർ 2 കൊല്ലമായി മണിപ്പൂർ കത്തുന്നു. ഇതാണ് പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരക്ഷരം പറയാൻ ധൈര്യമുണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇവിടുത്തെ CPM-ഉം ഇവർക്കൊന്നും എന്തേ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയാത്തത്? കത്തോലിക്ക സഭയെ കുറിച്ച് നിങ്ങൾ എന്തേ പറയാത്തത്? ഇപ്പോൾ ക്രിസ്മസ് നാളിൽ നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് ഇവിടുത്തെ സഭാപിതാക്കന്മാർ കയറി ചെന്നപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും പറയുന്നില്ലല്ലോ. എന്തേ അവർ ഉപദേശിക്കാത്ത? അവരുടെ സമുദായത്തെ സംഖ്യകൾക്ക് കൂട്ടിക്കൊടുക്കുന്നതിനെ കുറിച്ച് എന്തേ പറയാത്തത്? NSS-നെ പോലെ SNDP-യെ പോലെ പ്രസ്ഥാനം SNDP വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ മകൻ BDGS ഉണ്ടാക്കി സംഘപരിവാറിലേക്ക് ആളുകളെ ഈഴവ സമൂഹത്തെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശൻ RSS-ന് സ്റ്റഡി ക്ലാസ് എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രീതി നടേശനെ കുറിച്ചോ വെള്ളാപ്പള്ളി നടേശന്റെ മകനായ ഈ പറഞ്ഞ ആളുകളെ കുറിച്ചോ SNDP-യെ കുറിച്ചോ NSS-നെ കുറിച്ചോ KPMS-ന് ഒരു ധാര BJP കൊണ്ടുപോകുന്നു. ഇവരെ കുറിച്ചൊന്നും പറയാനോ ആകുലപ്പെടാനോ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് കഴിയുന്നില്ല? ഇടതുപക്ഷം അവരുടെ മുഴുവൻ വിരോധവും അവരുടെ മുഴുവൻ വെറുപ്പും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ തിരിച്ചു വെക്കുന്നു. ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുമെന്ന് നിങ്ങൾ അറിയണം. അവസാനത്തെ ചിരി സാധാ പുലിപ്പുറത്ത് യാത്ര ചെയ്ത മദാമയെ കുറിച്ച് പുലിപ്പുറത്ത് യാത്ര ചെയ്ത മദാമ ആദ്യം ചിരിച്ചു, മദാമ ചിരിച്ചു, പിന്നെ തിരിച്ചു വന്നപ്പോൾ പുലി ചിരിച്ചു. കാരണം മദാമയെ പുലി വിഴുങ്ങി. അതുകൊണ്ട് സംഘപരിവാറിനാവ് പുലിപ്പുറത്ത് യാത്ര ചെയ്യുന്ന സംഘപരിവാർ. ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുമെന്ന് നിങ്ങൾ അറിയണം. അവസാനത്തെ ചിരി സാധാ പുലിപ്പുറത്ത് യാത്ര ചെയ്ത മദാമയെ കുറിച്ച് പുലിപ്പുറത്ത് യാത്ര ചെയ്ത മദാമ ആദ്യം ചിരിച്ചു, മദാമ ചിരിച്ചു, പിന്നെ തിരിച്ചു വന്നപ്പോൾ പുലി ചിരിച്ചു. കാരണം മദാമയെ പുലി വിഴുങ്ങി. അതുകൊണ്ട് സംഘപരിവാറിനാവ് പുലിപ്പുറത്ത് യാത്ര ചെയ്യുന്ന സംഘപരിവാർ അജണ്ടകൾക്കനുസരിച്ച് യാത്ര ചെയ്യുന്ന റാവു കോൺഗ്രസിനെ പറ്റിയ അതേ അബദ്ധം കോൺഗ്രസിന് ഒരു കാലഘട്ടത്തിൽ നരസിംഹ റാവുവിനെ പറ്റിയ അബദ്ധമാണ് കേരളത്തിൽ CPM-ന് പറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രിസംഖികൾക്കും ഇതേ അബദ്ധമാണ് പറ്റിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്ക് പറയുവാനുള്ളത്, ഇസ്ലാമിക സമൂഹം ആത്മാഭിമാനമുള്ള സമൂഹമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്സത്ത് എന്ന പ്രയോഗമാണ്. ഇസ്സത്ത് അവരെ സംബന്ധിച്ച സംഘപരിവാറല്ല. ഇതിനേക്കാൾ വലിയ ശക്തികൾ ഈ രാജ്യം ഭരിച്ചാലും ഞങ്ങളുടെ ആദർശവും ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ അഭിമാനവും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ഇത് 2024 1920 കുറിച്ച് നിങ്ങൾക്കറിയാം. ബ്രിട്ടീഷുകാർ രാജ്യം ഭരിച്ചു. ബ്രിട്ടീഷുകാർ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ മലബാറിനെന്ന് നിങ്ങൾക്കറിയാം. ബ്രിട്ടീഷുകാർ വഴങ്ങി കൊടുത്തില്ല. മൈസൂർ ചരിത്രം, ടിപ്പു സുൽത്താൻ കർണാടക ചരിത്രങ്ങൾക്കറിയാം. പ്രിയമുള്ളവരെ, ടിപ്പു സുൽത്താൻ ആണെങ്കിലും അതുപോലെ ഔറംഗസീബ് ആണെങ്കിലും അതുപോലെ മലബാറിന്റെ മണ്ണാണെങ്കിലും ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ കീഴടങ്ങാതെ കപ്പം കൊടുക്കാതെ ധീരമായി പൊരുതിയ ഒരു സമൂഹത്തിന്റെ പേരാണ് മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്. അലി മുസ്ലിയാരെ പോലുള്ള, വെളിയങ്കോട്ടുംപോർ കാളിയെ പോലുള്ള, അതുപോലെ തന്നെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലുള്ള മലബാറിന്റെ മണ്ണിൽ വെളിയങ്കോടും
അതുപോലെ എടപ്പാളും കൊണ്ടോട്ടിയും അതുപോലെ വേങ്ങരയും അതുപോലെ തന്നെ ചേറൂരും മൊറയൂരും അതുപോലെ തന്നെ മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മലബാറിന്റെ മണ്ണിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരം ശക്തമായിട്ടുണ്ടായിട്ടുണ്ട്. കുറ്റിപ്പുറം പാലത്തിന്റെയും ഫറൂഖ് പാലത്തിനും ഇടയിൽ 10,000-ഓളം മനുഷ്യ രക്തസാക്ഷികളായിട്ടുണ്ട്. അത്ര മനുഷ്യ രക്തസാക്ഷികളായിട്ടും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനു മുമ്പിൽ മുസ്ലിങ്ങൾ കീഴടങ്ങിയിട്ടില്ല. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാർ മാത്രമല്ല, ബ്രിട്ടീഷുകാരാണെങ്കിലും അതിനു മുമ്പ് ലോകത്ത് റഷ്യൻ സോവിയറ്റ് ചെമ്പടിയാണെങ്കിലും അതുപോലെ തന്നെ അതിനു മുമ്പ് ഇപ്പോഴത്തെ അമേരിക്കൻ സാമ്രാജ്യമാണെങ്കിലും അതിനു മുമ്പ് പറങ്കികളുടെ സാമ്രാജ്യമാണെങ്കിലും അതിനു മുമ്പ് സ്പാനിഷ് സാമ്രാജ്യമാണെങ്കിലും അതിനു മുമ്പ് റോമൻ സാമ്രാജ്യമാണെങ്കിലും പേർഷ്യൻ സാമ്രാജ്യമാണെങ്കിലും എല്ലാ സാമ്രാജ്യങ്ങളും ചരിത്രത്തിലെ എല്ലാ സാമ്രാജ്യങ്ങളിലും ധീരമായി എഴുന്നേറ്റുന്ന പാരമ്പര്യം ഇസ്ലാമിക സമൂഹത്തിനുണ്ട്. ഇസ്ലാം അനീതി ചെയ്യുന്ന ആളുകൾക്ക് മുമ്പിൽ, അക്രമം ചെയ്യുന്നവരുടെ മുമ്പിൽ, അധിനിവേശ ശക്തികളുടെ മുമ്പിൽ കീഴടങ്ങുക എന്നത് ഇസ്ലാമിക സംസ്കാരമല്ല. ഞങ്ങളിപ്പോ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ പോവുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇതിന്റെ അർത്ഥം ഞങ്ങൾക്ക് വരുന്നത് അല്ലാഹുവാണ്. ഞങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഫാസിസ്റ്റുകളെ കണ്ട്, സംഘപരിവാറിനെ കണ്ട്, CPM-നെ കണ്ട്, ഏതെങ്കിലും അർത്ഥത്തിൽ രാഷ്ട്രീയ തമ്പ്രാക്കന്മാരെ കണ്ട്, സാമ്രാജ്യത്വ അമേരിക്കയെ കണ്ട്, ഒരുപക്ഷെ ഇസ്രായേൽ എന്ന ലോകത്തെ ഏറ്റവും വലിയ അക്രമിയെ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ പ്രതിരോധിക്കുന്നത് കണ്ടില്ലേ? 1.5 കൊല്ലം കഴിഞ്ഞിട്ടും ഇസ്രായേലിനെ വിജയിക്കാൻ കഴിയുന്നുണ്ടോ? ഇസ്രായേൽ, അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി ഉൾപ്പെടെയുള്ള ലോകത്തെ മുഴുവൻ സാമ്രാജ്യത്വ ശക്തികളും ആയുധം കൊടുത്തുകൊണ്ട് എല്ലാവരും വട്ടമിട്ട് ആക്രമിച്ചിട്ട് പോലും ഒരു ആയുധം പോലും ഇല്ലാത്ത നിസ്സഹായരായ ഫലസ്തീനിലെ ജനതകൾ, അവിടുത്തെ കുഞ്ഞുങ്ങൾ, അവിടുത്തെ സ്ത്രീകൾ പട്ടിണിയാണ്, പ്രയാസമാണ്. എന്നിട്ട് ഫലസ്തീൻ തോറ്റിട്ടില്ല, ഫലസ്തീൻ കീഴടങ്ങിയിട്ടില്ല. ആ ആത്മധൈര്യം അത് ഇസ്ലാമിക സമൂഹത്തിനുണ്ട്. അത് ഇടതുപക്ഷം മനസ്സിലാക്കണം, കമ്മ്യൂണിസ്റ്റ് മനസ്സിലാക്കണം, സംഘപരിവാർ മനസ്സിലാക്കണം. ആത്മാഭിമാന ബോധമുള്ള ഒരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹം. അതൊരിക്കലും പണയം വെക്കാൻ അവർക്ക് സാധ്യമല്ല. അവർ നമസ്കരിക്കുന്നവരാണ്, അവർ സുജൂദ് ചെയ്യുന്നവരാണ്, റുക്ഉ ചെയ്യുന്നവരാണ്. ലാ നസ്ജുദു വലാ നർകഉ ഇല്ലാ ലില്ലാഹ്. അല്ലാഹുവിന് മുമ്പിലല്ലാതെ ഞങ്ങൾ സുജൂദ് ചെയ്യാറില്ല, ഞങ്ങൾ റുക്ഉ ചെയ്യാറില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സുജൂദ്, ഞങ്ങളുടെ റുക്ഉ അല്ലാഹുവിന് മുമ്പിൽ മാത്രമേ ഞങ്ങൾ നിർവഹിക്കാറുള്ളൂ. അതുകൊണ്ട് ഒരർത്ഥത്തിലും ഏതെങ്കിലും അർത്ഥത്തിലുള്ള തിന്മകളോട്, ഏതെങ്കിലും അർത്ഥ അധിനിവേശത്തോട്, സാമ്രാജ്യത്വത്തോട്, വർഗീയതയോട്, ഫാസിസത്തോട് കീഴടങ്ങാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരുപക്ഷെ ഈ ആർജവം നഷ്ടപ്പെട്ടു പോയി. ലോകത്ത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലപ്പെട്ടു പോയി. അതുകൊണ്ട് കേരളത്തിൽ, ഇന്ത്യക്കകത്ത് പോലും ഇന്ന് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 4ാം സ്ഥാനത്തിന് മത്സരിക്കാൻ 1ാം സ്ഥാനമില്ല, 2ാം സ്ഥാനമില്ല, 3ാം സ്ഥാനമില്ല, 4ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഴുവൻ ഹിജറ പോയി, കാട്ടിലേക്ക് ഹിജറ പോയി. ആ പാർട്ടിയുടെ കൊടിയടയാളങ്ങൾ മുഴുവൻ BJP-ക്കാരെ കൈയെടുത്തു. എന്തുകൊണ്ട്? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ രാജ്യത്ത് മുഴുവൻ കുറ്റിയേറ്റുപോയി. നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം. ബംഗാളിലെ മുസ്ലിം സമുദായത്തിന് പിന്തുണ നഷ്ടമായതോട് കൂടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ പരാജയപ്പെട്ടുപോയി. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ സന്ദർഭത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ജമാഅത്തെ ഇസ്ലാമി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശനമല്ല. ഞങ്ങൾ ഇപ്പോൾ വിമർശിക്കുന്നത് സംഘപരിവാറിനെയാണ്, RSS-നെയാണ്. RSS-നെ വിമർശിക്കുന്നിടത്ത് നിങ്ങൾ RSS-ന് അനുകൂലമായി നിൽക്കുന്നപ്പോൾ, RSS-ന് അനുകൂലമായി ആഭ്യന്തര വകുപ്പിനെ മുന്നോട്ട് നയിച്ചപ്പോൾ പോലീസ് സംവിധാനങ്ങളെ ഇന്നലത്തെ DGP, ഇന്നത്തെ BJP, ഇന്നത്തെ DGP, ഇന്നത്തെ ADGP, ഇന്നത്തെ BJP, ഇതൊരു ആപ്തവാക്യാണ്. ഇന്നത്തെ ആപ്തവാക്യുണ്ട്. ഇന്നത്തെ DGP, ഇന്നത്തെ BJP. അങ്ങനെ ഇന്നലെ ശ്രീദേവിയെ പോലുള്ള ആളുകൾ, സെൻകുമാറിനെ പോലുള്ള ആളുകൾ, SP ഉണ്ണരാജിയെ പോലുള്ള ആളുകൾ, അജിത് കുമാറിനെ പോലുള്ള ആളുകൾ, ഇങ്ങനെയുള്ള എല്ലാ ആളുകളെല്ലാവരും പ്രിയമുള്ളവരെ അവരുടെ അധികാരത്തിന്റെ കാക്കി വസ്ത്രങ്ങൾ സംഘപരിവാറിന്റെ ആലയത്തിൽ പോയി ഇറക്കി വെച്ച് വർഗീയതയുടെ കാവിക്കോണകം എടുത്ത് ധരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ DJP, ഇന്നത്തെ BJP എന്ന ആപ്തവാക്യത്തിലേക്ക് പോലീസ് സംവിധാനവും ആഭ്യന്തര സംവിധാനവും ഈ രാജ്യത്ത് സംഘപരിവാറിന് അനുകൂലമായി, കേരളത്തിലെ മണ്ണിൽ അവർക്ക് അനുകൂലമായി നിങ്ങൾ കൊടുത്തതുമായി ബന്ധപ്പെട്ട വിമർശനമാണ് ഇപ്പോൾ അതിശക്തമായി ഞങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ശരിയാണെന്ന് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അത് ഇന്നലെ കഴിഞ്ഞ ദിവസം സാക്ഷാತ್ തൃശ്ശൂരിലെ തോറ്റുപോയ MP സാക്ഷാത് സുനിൽ കുമാർ അടക്കം തുറന്നു വിളിച്ചു പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങളുടെ വിമർശനം CPM-ന്റെ വിമർശനമാണെന്ന് ആരും വിചാരിക്കരുത്. CPM-നെ തകർക്കൽ ഞങ്ങളുടെ ലക്ഷ്യമല്ല. CPM ദുർബലപ്പെടരുത് എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ CPM അത് മനസ്സിലാക്കണം. അവർ തെറ്റ് തിരുത്തേണ്ടത്, അതിന്റെ ആത്മധൈര്യം അവർ കാണിക്കേണ്ടതുണ്ട്. സംഘപരിവാർ പ്രതിരോധിക്കണമെങ്കിൽ ആർജവം കാണിക്കണം, ധീരത കാണിക്കണം. നിങ്ങളുടെ രക്തസാക്ഷികളെ, ഒരുപക്ഷെ ഞങ്ങളുടെ രക്തസാക്ഷികളുണ്ട്. ഒരുപാട് സംഘപരിവാർ വിരുദ്ധ സമരം നടത്തിയവരാണ് ഞങ്ങൾ. ബ്രണ്ണൻ കോളേജിൽ തല ഉയർത്തി നടന്നവരാണ് ഞങ്ങൾ എന്നൊക്കെ ഞങ്ങളുടെ ചെറുപ്പം
ബ്രണ്ണൻ കോളേജിലെ കത്തി RSSന്റെ നിറ കത്തികൾക്ക് മുമ്പിൽ നെഞ്ചു നിവർത്തി നടന്നവരാണെന്ന് പറഞ്ഞവർ പ്രിയമുള്ള ഒരു വാർദ്ധക്യ കാലഘട്ടത്തിൽ RSS കീഴടങ്ങുന്നു എന്നതാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദയനീയമായ കാഴ്ചയിൽ നിങ്ങൾ ഉയർന്നു വരണം. ഇടതുപക്ഷം ശക്തമായ ഇടതുപക്ഷമാകണം. നിങ്ങൾ ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ വികാരം ഉയർത്തിപ്പിടിക്കണം. സംഘപരിവാറിനെതിരെ നടത്തുന്ന സമരം ധീരവും ആത്മാർത്ഥമായി നിർവഹിക്കണം. അങ്ങനെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് ഭാവി ഉണ്ടാകൂ. ആ കാര്യം വിളിച്ചു പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെ പ്രസ്ഥാനങ്ങളെ അനാവശ്യമായി വിമർശിച്ചുകൊണ്ട് ഭീകര ചാപ്പ ചുമത്തിക്കൊണ്ട് ഒരു ഭീകരാന്തരീക്ഷം മുസ്ലിം ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരെ ഹിന്ദുക്കളുടെ മനസ്സിൽ ഇസ്ലാമോഫോബിയ വികാരം സൃഷ്ടിക്കുന്ന ഇടതുപക്ഷത്തിന്റെ സമീപനങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറണം എന്ന് സൂചിപ്പിക്കാനാണ് ഇത്തരമൊരു പരിപാടിയിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മഗ്‌രിബ് നമസ്കാരാനന്തരം ഇവിടെ ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ആ പ്രഭാഷണത്തിന്റെ തുടർഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ഈ പരിപാടി സംബന്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനുമുള്ള ഭാഗ്യവും തൗഫീക്കും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.